Okay, a smile is very important. So make sure that you're smiling after opening your eyes. കണ്ണുകൾ തുറന്നിട്ട് ആ 32 പല്ല് അങ്ങേയറ്റം 38 ഉണ്ടാവും അല്ലേ? ചില ആൾക്കാർ കമ്പി ഇടുന്ന കാരണം പല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ആ കംപ്ലീറ്റ് പല്ല്, എൻ്റെ 2-4 പല്ല് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പല്ല് കംപ്ലീറ്റ്ലി ഒന്ന് കാണിച്ചിരിച്ചേ. കമോൺ, നല്ലൊരു ചിരി ചിരിച്ചേ. കമോൺ കമോൺ എവ്രി വൺ. നോക്കട്ടെ. പോരാ ചിരിക്കാത്തവരൊന്ന് വിളിച്ച മിസ്സേ. അയ്യോ അങ്ങനെ ചിരിക്കില്ല സുനെ. ഇതാണ് സാർ, അത് വല്ലാത്തൊരു ചിരിയായി പോയി. കനിഷ, ആ ഇത് പുഴുപ്പല്ല് കാണിച്ചാണെന്ന് തോന്നുന്നു മിസ്. അത് എങ്ങനെയാ ചിരിച്ച്? കനിഷ ഒന്നുകൂടെ ചിരിക്കും, ഞാൻ കാണിക്കൊന്നുമില്ല, ഒന്ന് കാണിച്ചു തരുമോ എനിക്ക്? വെരി നൈസ്, നല്ല ചിരിയാണ് എന്തായാലും. ഓക്കെ, മിസ് ഒന്ന് മ്യൂട്ട് ചെയ്ത് തന്നെ മാറ്റുമോ? ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പോ സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ മിസ്സേ? യെസ്, എനിക്ക് തോന്നണു ആൽവിയ ഇരിക്കുന്നത് കുറച്ച് എന്താണ് നെറ്റ്വർക്ക് കുറവുള്ള ഒരു ഏരിയയിലായിരിക്കും. സോ അതൊന്ന് കറക്റ്റ് ആയിട്ട് കണക്ടിവിറ്റി ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, സോ എല്ലാവർക്കും ഹായ്. ഒരു ഹായ് തന്നെ എനിക്ക്, എല്ലാവർക്കും നല്ലൊരു ഹായ്. എല്ലാവരും നല്ലൊരു ഹായ് തന്നെ. കമോൺ, പവർഫുൾ ആയിട്ടൊരു ഹായ് തന്നെ. ഓക്കെ, സോ ഇതാരാണ് മാം? ഇത് ഇപ്പൊ മൗസ് ഇരിക്കുന്ന ആരുടെ അടുത്താണ്? അതിന്റെ അടിയിൽ അനോഷ്. എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ചിരിക്കാൻ പറഞ്ഞാൽ നീ ചിരിച്ചില്ല. കൊള്ളാം അനോഷ തന്നെ, ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി നോക്കിക്കൊണ്ടിരിക്കണേ. കൊള്ളാം അനോഷേ. മിസ് അനോഷ് ഒന്ന് അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ. അനോഷ് ജസ്റ്റ് ആ അൺമ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. സൗണ്ട് ഇല്ല, ഇപ്പൊ കേക്കണ്ടോ? അപ്പൊ ഡൺ. അപ്പോ അനോഷേ ഓക്കെ അല്ലേ? എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അതിന്റെ ചെറിയ ദേഷ്യമായിരുന്നല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നീ സൂപ്പർ അല്ലേ? യെസ്, സൂപ്പർ. ഓക്കെ, ഗുഡ്, വെരി നൈസ്. അപ്പോ നമ്മള് ഹായിലാണ് നിർത്തിയത്. അപ്പൊ എനിക്ക് നല്ലൊരു ഹായ് തന്നെല്ലാരും. ടാറ്റ കാണിക്കലല്ല, നല്ലൊരു ഹായ്. ഓക്കെ, സോ ഹായ്. എന്നെ അറിയുന്നവരൊന്ന് ടാറ്റ കാണിച്ച്. എന്നെ അറിയാം. ഇതല്ലേ എനിക്കറിയാം, എന്നറിയാം. ഓക്കെ, അറിയാം. സോ അറിയാത്തവരോട് ഞാൻ പറയാണ്, എൻ്റെ പേര് പാർവതി എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഹിന്ദി ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഹിന്ദി ലാംഗ്വേജ് ആണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ദിവസമല്ല കേട്ടോ, എല്ലാ ആഴ്ചയും 2 ദിവസം വെച്ച് നമ്മൾ നേരിട്ട് കാണും. 2 days. അയ്യോ, ഞാൻ എന്തൊക്കെ പറയണത്? ഒരു ദിവസം കാണുള്ളൂ കേട്ടോ, മാറിപ്പോയതാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലത്ത് ഇത് വെച്ചിട്ട്, കഴിഞ്ഞ ഇംഗ്ലീഷ് എടുക്കുമായിരുന്നു, അതിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതാണ്, സോറി. അതുകൊണ്ട് ഹിന്ദി മാത്രം എടുക്കണുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ ആഴ്ചയും ഒരു ദിവസം വെച്ച് കാണും. ആ ദിവസമാണ് ബുധനാഴ്ച. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? 2 തമ്പ് സ്ക്രീനിൽ കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാലോ അല്ലേ? നമുക്ക് പതിയെ തുടങ്ങാം. ഓക്കെ, അങ്ങനെ ഫുൾ ടൈം 1.5 മണിക്കൂർ ദൈവമേ, അല്ലെങ്കിൽ 2 മണിക്കൂർ ഇന്നുണ്ട്. ഓക്കെ, ഫുൾ ടൈം നമ്മൾ ഇരുത്തി പഠിപ്പിക്കൊന്നുമില്ല. നമ്മൾ സാവധാനം നമ്മൾക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, റെഡി ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്. റെഡി ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്. പാവക്കുട്ടികൾ, ഇപ്പൊ നമ്മൾ ഒരു പാവക്കുട്ടി ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞ് തൊട്ടുമ്പോൾ അതിങ്ങനെ ആടൂലേ, അതുപോലെ തലാട്ടിക്ക്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പൊ കുറച്ച് പ്രോട്ടോകോൾസ് ആദ്യം തന്നെ ഞാൻ പറയാം. ഹിന്ദി ക്ലാസ്സിൽ വരുമ്പോ വെറും കൈയോടെ വന്നിരിക്കരുത്. മെറ്റീരിയൽസ് ഹിന്ദി ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹിന്ദിയുടെ ടെക്സ്റ്റ് ആണ്. എല്ലാവരും ഹിന്ദിയുടെ ടെക്സ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഐ ഗിവ് യു 1 minute. 1 minute സമയം ഞാൻ നിങ്ങൾക്ക് തരാം. കുറച്ച് പേര് പുതിയതായത് കൊണ്ട് they might not know what is happening. സോ എന്തൊക്കെ ആയാലും കുറച്ച് നേരം ഐ ഗിവ് യു ടൈം. അപ്പൊ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് അടിപൊളിയായിട്ട് ഇരിക്കുക. ഇനി അറേഞ്ച്മെന്റിന്റെ കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിസ് വീഡിയോ ഓഫ് ഉണ്ടോ നോക്കൂ. വീഡിയോ ഓഫ്. യെസ്, കുറച്ച് പേര് വീഡിയോസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് ക്ലാസ്സിൽ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മൈ റൈറ്റ്. എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റണം. ഞാൻ വീഡിയോ ഓഫ് ചെയ്യണല്ലോ ഇടയ്ക്ക്. ഇപ്പൊ 2 പ്രാവശ്യം ഓഫ് ചെയ്തില്ലേ? അത് ചെറിയ കുറച്ച് കൺസേൺസ് വന്നത് കാരണം ഓഫ് ചെയ്താണ്. നിങ്ങളെ പിന്നെ ഓഫ് ചെയ്യില്ല. പിന്നെ 2ാമത് അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇല്ല പേടിക്കണ്ട. ഇനി ഞാൻ ഓഫ് ചെയ്യില്ല. അത് കുറച്ച് കാര്യങ്ങൾ വന്നത് കാരണം ഓഫ് ചെയ്യേണ്ടി വന്നതാണ്. ഇനി നമ്മൾ ഓഫ് ചെയ്യില്ല. ഓക്കെ, സോ അങ്ങനെ തീരുമാനിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ കയറാം. ഓക്കെ, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ക്ലാസ് കാണാലോ അല്ലേ? സോ ഇനി അതിലൊരു വീഡിയോ ഓഫ്, അയ്യോ എന്നെ ഭംഗിയില്ല കാണാൻ അല്ലേ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും? എല്ലാവരും നല്ല സുന്ദരന്മാരായിട്ടാണ് ഇരിക്കുന്നത്. വളരെ കളർഫുൾ ആണ്. നിങ്ങളെല്ലാവരും വീഡിയോസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട്. ഓക്കെ, സോ എല്ലാവരും ഇതുപോലെ ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്.
നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ചാപ്റ്റേഴ്സ് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ബാക്ക് ടു വീഡിയോ ഓൺ ഓഫ് കേസ്. എല്ലാവരും വീഡിയോസ് ഓൺ ചെയ്യാട്ടെ, പേര് വിളിപ്പിക്കരുത്. ഞാൻ കുറച്ച് പ്രോട്ടോകോൾസ് ഇപ്പം തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇതിനെപ്പറ്റി പിണക്കം കേൾക്കേണ്ടി വരും. ഓക്കെ, സോ മീനിങ്സ് എഴുതിയെടുക്കാൻ പെൻസിലാണ് ഞാൻ പറയുന്നത്, പെൻസിൽ തന്നെ കൊണ്ടുവരാം, അതാണ് നല്ലത്. അപ്പൊ തെറ്റിപ്പോയി നമുക്ക് അവിടെ ഇട്ട് കുത്തി വരക്കണില്ല, നല്ലത് നമുക്ക് പെൻസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മായ്ച്ചിട്ട് നമുക്ക് അവിടെ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ച്, നല്ലൊരു രാജ കാണിച്ച്, എല്ലാവരും നല്ലൊരു രാജ കാണിച്ച്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഇത് എന്താണിത്, വീണ്ടും ചാറ്റിച്ച് പറയില്ല. അപ്പൊ റെഡി ആണെങ്കിൽ ഒന്ന് ബല്ലെ ബല്ലെ കാണിച്ച് എല്ലാവരും. കമോൺ, റെഡി ആണെങ്കിൽ ബല്ലെ 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 ബല്ലെ, കമോൺ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഒട്ടും കുരവൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാലോ മിസ്സേ? ഓക്കെ, യെസ്. ഈ ആദിദേവ് എന്താ ചെയ്യണേ? ഓക്കെ, യെസ്, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റ് ബുക്ക് വേണം, ടെക്സ്റ്റ് ബുക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് അടുത്ത് തന്നെ വേണം, അന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ഉണ്ടാവും. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേര്. യെസ്, അടുത്തുള്ള വിളിച്ച മാം. സിദ്ധാർത്ഥ്. ഇത് നോക്കി പറയാം നിങ്ങൾക്ക്. സിദ്ധാർത്ഥേ ഒന്ന് പറഞ്ഞേ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്? ഖുദ്. അത് ഖായാണ്, ഖായാണ്. ഓക്കെ, കറക്റ്റ് ആണ് വായിച്ചത്, ബാക്കി ഫുള്ള് കറക്റ്റ് ആണ്. ഇത് ഖായാണ്. ഓക്കെ, എന്തോ മാം? ആ, ഖുദ് സേ പ്യാർ. അതെ, ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് എന്റെ നിക് നെയിം ആണ് പ്യാർ എന്നുള്ളത് അല്ലേ? പക്ഷെ നല്ല പേരാണ്. പ്യാർ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ് അർത്ഥം. സോ ഐ റിയലി ലവ് മൈ നിക് നെയിം അല്ലേ? പിന്നെ ഒരു നിക് നെയിം ഉണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ പറയുന്നില്ല, അത് പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, വേണ്ടല്ലോ മിസ്, അത് റെഡി? അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ. ഖുദ് സേ പ്യാർ. എന്താണ് പ്യാർ? നമ്മൾ ഓൾറെഡി പ്യാർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് പ്യാർ എന്ന് പറഞ്ഞാൽ യെസ്, അടുത്തുള്ള വിളിച്ചേ മാം. വേദികുട്ടി, എന്താണ് വേദിക? ഈ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ് വേദിക? കാതൽ. വേദിക, യെസ്. വേദികുട്ടി, എന്താണ് വേദിക? ഈ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലവ്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അയ്യോ, ഈ വാക്ക് ടീച്ചർ ചോദിച്ചു, ലവ് എന്ന് പറയണോ സ്നേഹം എന്ന് പറയണോ? അതൊന്നും വേണ്ട. ഓക്കെ, വെരി ഗുഡ്. പ്യാർ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ് അർത്ഥം. ബട്ട് അപ്പൊ നമ്മുടെ ഇക്കായി 1 എല്ലാവരും ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഫ്രണ്ട് പേജ് എടുത്തേ. ഇക്കായി 1 യൂണിറ്റ് പേജ് ഉണ്ടാകും. എല്ലാവരും ഒന്ന് അതിലേക്ക് വന്നേ. യൂണിറ്റ് പേജില് നമുക്കൊരു തീം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യൂണിറ്റ് പേജിലുള്ള തീമാണ് പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലവ് അല്ലെങ്കിൽ സ്നേഹം, കാതൽ, യു ക്യാൻ സേ. ഓക്കെ, അപ്പൊ പ്യാർ എന്ന് പറയുന്നതാണ് നമ്മുടെ തീം. അതായത് നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കും? യൂണിറ്റ് 1 ആര് പറയും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് യൂണിറ്റ് 1? പെട്ടെന്ന് ഒന്ന് നോക്കിക്കേ, പെടാന്ന് നോക്കി. കമൺ കമൺ കമൺ. യെസ് മാം, റാൻഡംലി വിളിച്ചോളൂ. ഋതുലക്ഷ്മി. എന്താണ് ഋതു? ആ, നല്ല ആള്. യെസ്, അടുത്ത ആളെ വിളിച്ചേ മാം. ഇറ്റ്സ് ഓക്കെ. യെസ്, ഋതുക്കുട്ടി, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഋതു? നമുക്ക് ഈ കായ് 1 എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയോ? 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. വെരി നൈസ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഖുദ് സേ പ്യാർ. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് സാഫ് സഫായി മേ അവൽ ഗാവ്. ആണെങ്കിൽ ഒന്ന് ചാറ്റ് കാണിച്ച സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. യെസ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളെ സ്നേഹിക്കണം എന്നാണ് പഠിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനോട് നമുക്കൊരു സ്നേഹം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സ്ഥലത്തിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ 2 ചാപ്റ്ററിലും കോമൺ ആയിട്ട് വരുന്ന ഒരു വാക്കാണ് എന്ത്? പ്യാർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പ്യാർ എന്ന് കാണിച്ച്. എനി വേർഷൻസ്? ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. എനി പ്യാർ ഇസ് എനഫ്. കാർത്തിക് വിയൻ, എന്താണ് പ്യാർ ഇല്ലേ കാർത്തിക്? കാണിക്ക്. ഓക്കെ, യെസ്, ഡൺ ഡൺ ഡൺ. അതിങ്ങനെ കാണിക്കാം. ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്. ആ, ഇത് നല്ലതാണല്ലേ? ഓക്കെ, ഡൺ. ഓക്കെ ഓക്കെ, വെരി നൈസ്. ഡൺ ഡൺ ഡൺ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പ്യാർ എന്താണെന്നാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. സ്നേഹം അല്ലെങ്കിൽ ലവ് എന്നുള്ളൊരു തീമാണ് നമുക്ക് ചാപ്റ്ററിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടോ ആ പേജിൽ? ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച ആ ചോദ്യം. ആ പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു മരമുണ്ട്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ടാറ്റ കാണിച്ച്. ആ ഫോട്ടോ കണ്ടു എങ്കിലും ഒന്ന് ടാറ്റ കാണിച്ചേ, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. യെസ്. അപ്പൊ നോക്കി, അതിലൊരു ചോദ്യമുണ്ട്.
യഹ് ചിത്ര ആപ്സെ ക്യാ ബതാ രഹാ ഹേ. ദേ ചിത്രം ഇതാണ് ചിത്രം എങ്കിലും തലാട്ടിക്ക്, ഇതാണ് ചിത്രം എങ്കിലും തലാട്ടിക്ക്. യെസ്, ഒരു മരം ഉണ്ട്, മരത്തിൽ കുറച്ച് കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ചിടിയ. എന്താണ് ചിടിയ എന്ന് പറഞ്ഞ യെസ് അടുത്തുള്ള വിളിച്ച് 6ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു നീലി ചിടിയ. അപ്പൊ എന്താണ് ചിടിയ? യെസ് മിഥുനെ, എന്താണ് മിഥുനെ ചിടിയ? അയ്യോ ചിടിയ ചോദിച്ചു, ദൈവമേ എനിക്ക് ചിടിയ അറിഞ്ഞൂടെ, അങ്ങനെ പറയരുത്, ചിടിയ നിനക്കറിയാം. യെസ്, എന്താണ് ചിടിയ? കമോൺ പോരട്ടെ. ഏട്ടാ ചേച്ചിനെ വിളിച്ചാണല്ലേ ചോദിക്കാൻ വേണ്ടി. പൂമ്പാറ്റ. തെറ്റ്. ചിടിയ പൂമ്പാറ്റ അല്ല, പക്ഷെ പറക്കുന്ന ഒരു സാധനമാണ് ചിടിയ. ഇവിടെ ബന്ദർ ഉണ്ട്, ബന്ദർ എന്ന് പറഞ്ഞാൽ കൊരങ്ങന്മാരുണ്ട്. വേറെ എന്താണ് ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൃഗങ്ങളായിട്ട് ജീവനുള്ളത്? കിളി. അപ്പൊ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കിളി. ഇനി മറക്കോ? പൂമ്പാറ്റേന്ന് മേലെ പറയരുത് ഇനി. ഓക്കെ, പൂമ്പാറ്റയുടെ ഹിന്ദിയാണ് തിത്തിലി. ഓക്കെ ബോസ്, കുഴപ്പമൊന്നുമില്ല, ഇറ്റ് ഹാപ്പൻസ്. ഇനി പഠിച്ചാ മതി. ഓക്കെ, തിത്തിലി ഭാഗ്യം ഞാൻ പെട്ടെന്നെങ്കിലും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്, കുറെ കിളികൾ ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ മരത്തിൽ കുറെ ഫ്രൂട്ട്സ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിയിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഫ്രൂട്ട്സുകളൊക്കെ പറക്കിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എന്നിട്ട് ഈ ആൺകുട്ടി ചിന്തിക്കുന്ന ചോദ്യമാണ് നമ്മളോട് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫോട്ടോ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ നമ്മളോട് ശരിക്കും എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് കുറച്ച് നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഫോട്ടോ ഒരു മരം, 2 കുരങ്ങന്മാര്, 4-5 പക്ഷികൾ, ഒരു ആൺകുട്ടി ചിന്തിക്കുന്നു, അമ്മയും കുട്ടിയും കൂടി പഴങ്ങൾ പറക്കുന്നു. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. നിങ്ങൾ ആ ഫോട്ടോനെ ഏഞ്ചൽ കിടക്കരുത് കേട്ടോ, ഏഞ്ചലെ ഉറക്കം വരും, ഹിന്ദി ക്ലാസ് ആയതുകൊണ്ട്. ഓക്കെ ആണല്ലോ തലാട്ടിക്ക് ഏഞ്ചൽ? യെസ്. ഓക്കെ, യെസ്, അങ്ങനെയും ഇരിക്കല്ലേ, നേരെ ഇരുന്നോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ കുറേ സാധനം, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്താണ് ശരിക്കും ഈ ഫോട്ടോ നമുക്ക് എന്തിനാ തന്നിട്ടുള്ളത്? എന്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഫോട്ടോ ഉള്ളത്? യെസ്, ഒരാളെ വിളിച്ചേ മാം. ആദിരാജ്. എന്താണ് ആദി? നമുക്ക് ഈ ഫോട്ടോയിലൂടെ നമ്മൾക്ക് അവർ പറഞ്ഞു തരുന്ന എന്ത് കാര്യമാണെന്ന് പറഞ്ഞ ആദി. നമുക്കിവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കുട്ടി നിൽക്കുന്നത് തണലത്താണ്. ഈ കുട്ടി നിൽക്കുന്നത്, ഈ സ്ത്രീയും ആ കുട്ടിയും പഴങ്ങൾ പറക്കുന്നുണ്ട്. അതായത് അവർക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ക്വാളിറ്റിയാണ്? ഈ തണല് തരിക, ഫ്രൂട്ട്സ് കൊടുക്കുക എന്നുള്ളതൊക്കെ എന്തിന്റെ ക്വാളിറ്റിയാണ്? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്ന? എടാ ചോദ്യം ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു മരത്തിന്റെ അടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് തണല് കിട്ടും, നമുക്ക് പഴങ്ങൾ പറിക്കാൻ പറ്റും. അപ്പൊ ഈ പഴങ്ങൾ പറിക്കുക, തണല് നിൽക്കുക എന്നുള്ളത് എന്തിന്റെ ക്വാളിറ്റിയാണ്? എന്താണ് നമുക്ക് ഇതൊക്കെ തരുന്നത്? എടാ മരം. ഓക്കെ, മരത്തിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ കിട്ടും. നമുക്ക് തണല് കിട്ടും മരത്തിൽ നിന്ന്, നമുക്ക് മൃഗങ്ങൾക്കൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ കിട്ടും. ചില നല്ലതാണെങ്കിൽ നമുക്കത് കഴിക്കാൻ കിട്ടും. സോ ഇത് മരത്തിന്റെ ഗുണങ്ങളെ വെച്ച് പറയുന്ന ഒരു ഫോട്ടോ ആണ്. മരത്തിന്റെ ഗുണങ്ങൾ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. മരത്തിന്റെ ഗുണങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോയിലൂടെ കാണിക്കുന്നത്. ഫസ്റ്റത്തെ ഗുണം എന്താണ്? യെസ്, ഒരാളെ വിളിച്ചേ മാം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യെസ്, ആരാധ്യ കുട്ടി എന്ത് തോന്നുന്നു? ആദ്യം ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു യൂസ് പറഞ്ഞേ മരത്തിന്റെ. എന്തോ? ഓ, ഞാൻ വിചാരിച്ചു അതെന്ത് യൂസ് എന്നാ ഞാൻ വിചാരിച്ചു. യെസ്, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഷെയ്ഡ് കിട്ടുന്നുണ്ട് അല്ലേ? ഷെയ്ഡ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നതാണ് ഛായ. ഓക്കെ, സിമ്പിൾ അല്ലേ ഓർത്തെടുക്കാൻ? ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മൾ അതിനെ ഛായ എന്നാ പറയും. ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? തണല്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഗിവ് ഹൗസ് ടു ദ ബേർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഘോസ്ല ബനാനെ കെ ലിയെ. ഘോസ്ല എന്ന് പറഞ്ഞാൽ കിളിക്കൂടുകൾ നമ്മൾ ഹിന്ദിയിൽ ഘോസ്ല എന്നാണ് പറയുന്നത്. എന്താ? ഗോഡ്സില അല്ലേ, ഇത് ഘോസ്ല. ഓക്കെ, ഘോസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങളിൽ കിളികൾ കൂട് കൂട്ടാറില്ലേ, അതിനെയാണ് നമ്മൾ ഹിന്ദിയിൽ ഘോസ്ല എന്ന് പറയുന്നത്. വേറെ എന്താണ് ഇതിൽ വെച്ച് കാണാൻ പറ്റുന്നത്? യെസ്, അടുത്തുള്ള വിളിച്ചേ മാം.
അതിഥി കുട്ടി, വേറെ എന്താണ് അതിഥി ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയണമെന്ന് പറഞ്ഞു നോക്കിയേ. പതുക്കെ സ്നേഹത്തോടെ ടച്ച്. യെസ്, ആദിക്കുട്ടി ഒന്ന് പറഞ്ഞേ. എന്തോ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? ഈ ഫോട്ടോയിൽ നിന്ന് മരങ്ങളുടെ വേറെ എന്ത് ഗുണമാണ് കാണാൻ പറ്റുന്നത് അതിഥിക്ക്? എന്ത് ഗുണങ്ങളാണ്? ഗുണങ്ങളാണ് വേണ്ടത്. അപ്പൊ എന്തൊക്കെ ഗുണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് പറഞ്ഞു കിട്ടും. കൊരങ്ങൻ ഫ്രൂട്ട്സ് പറയും. അതായത് മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഭക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഈ മരത്തില്. പിന്നെ ഇത് അടിയിൽ നോക്കുകയാണെങ്കിൽ ആ അമ്മയും കുട്ടിയും ആകാം, ചേച്ചിയും അനിയത്തിയും ആകാം. സോ അവരെല്ലാരും വന്ന് എന്ത് ചെയ്യാണ്? ആ ഫ്രൂട്ട്സ് എടുത്തോണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? സെറ്റാണ്. ഈ ഫ്രൂട്ട്സിന്റെ, അതായത് ബേസിക്കലി മരത്തിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, മരത്തിന്റെ പേട് കി മഹത്വ. ഓക്കെ, പേട് കി മഹത്വ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. ക്ലിയർ ആണെങ്കിലും നമസ്തേ കാണിച്ചേ, ക്ലിയർ ആണെങ്കിലും നമസ്തേ കാണിച്ചേ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിലും നമസ്തേ കാണിച്ചേ. സോ ദ ഫസ്റ്റ് ഇമേജ് ഇൻഡിക്കേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ട്രീ. ഒരു മരത്തിന്റെ ഇമ്പോർട്ടൻസ്. വെരി ഗുഡ്. ഓക്സിജൻ തരുന്നു എന്ന് പറയുന്നുണ്ട് ജോവിയാസിന്റെ പറഞ്ഞത് കറക്റ്റാണ്. ഓക്സിജൻ നമുക്ക് തരും. അത് ഇതിന് പുറമെ നമുക്ക് തണല് തരും, ഫ്രൂട്ട്സ്. ഇതിന് പുറമെ മരത്തിന്റെ ഗുണങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയേ. അറിയാം എങ്കിലും ഒന്ന് ഡാറ്റ കാണിക്കാം. മരത്തിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഓക്സിജൻ കഴിഞ്ഞു. അടുത്തുള്ള വിളിച്ചേ മാം. കാർത്തിക് കുട്ടി പറഞ്ഞോളൂ. എന്താണ് കാർത്തിക വേറെ എന്ത് ക്വാളിറ്റീസ് ആണ് മരത്തിനുള്ളതെന്ന് പറഞ്ഞു നോക്കി. അത് കുഴപ്പമൊന്നുമില്ല. യെസ് കാർത്തിക് കുട്ടി, പതുക്കെ സ്നേഹത്തോടെ ഒന്ന് ടച്ച് ചെയ്യുക. ഓ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ടച്ച് ചെയ്താൽ പറ്റില്ല. പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമേ. ആ അങ്ങനെയൊന്നും കാണിക്കണ്ടോ. ഓക്കെ മിസ് ഒന്നുകൂടെ ഒന്ന് ഓപ്ഷൻ കൊടുക്കൂ. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് അടുത്തൊരാളെ വിളിക്കാം മാം. ഫാത്തിമ, വേറെ എന്ത് ഗുണങ്ങളാണ് ഫാത്തിമ കുട്ടി നമുക്ക് ഈ മരത്തിന്റെ കാണാനായിട്ട് പറ്റുന്നത്? ഭയങ്കര സംസാരാണ് ഫാത്തിമ കുട്ടി. ഫാത്തിമേ, വേറെ എന്ത് ക്വാളിറ്റീസ് ആണ് മരത്തിന്റെ ഫാത്തിമയ്ക്ക് ഇതിൽ കാണാൻ പറ്റിയത് ഒന്ന് പറഞ്ഞു നോക്കിയേ. വേറെ എന്ത് ക്വാളിറ്റീസ് ആണ് കാണാൻ പറ്റിയത്? അത് മരത്തിന്റെ ക്വാളിറ്റി ആണോ? അതെ, മരത്തിന്റെ ഉപയോഗ്യത. ഒരു കുട്ടി നടുക്ക് നിന്ന് ചിന്തിക്കുന്നുണ്ട്, അത് മരത്തിന്റെ ഉപയോഗ്യതയിൽ കൂട്ട്. എന്റെ പൊന്ന് ഫാത്തിമേ, ഒന്ന് കേക്ക്, നീ ശ്രദ്ധിക്ക്. സംസാരിക്കാൻ നമുക്ക് എത്ര മണിക്ക് ബ്രേക്ക് കൊടുക്കണം മിസ്സേ? ഒരു 7:20 കൊടുത്താൽ പോരെ? 7:20 ബ്രേക്ക് വരുമ്പോൾ സംസാരിക്കാം. ഇനി എങ്ങാനും സംസാരിക്കാൻ പോയാ ഇടി കിട്ടും. ഓക്കെ ബോസ്? യെസ്. മരത്തിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ അതിൽ പറയേണ്ടത്. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് ഈ കൊമ്പുകൾ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി? ഊഞ്ഞാലുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തൂടെ? കൊമ്പുകള് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അറ്റാണിച്ച്. ഈ റിയൽമി ആരാണ് മിസ്സേ? സെക്കൻഡ് ID ഫസ്റ്റ് ഇരിക്കുന്ന ആള് ഇതാരാണത്? റിയൽമിക്ക് മനസ്സിലായി തോന്നുന്നു എന്റെ പേര് റിയൽമി എന്നാണെന്ന്. യെസ്. ഹായ്, ഹലോ, ഹായ്. എന്താ പേര്? ഇത്ര നല്ല പേരുണ്ടായിട്ടാണ് ആ ചൈന കമ്പനിയുടെ പേര് കൊണ്ടിട്ടേക്കണത്. അതെടുത്ത് മാറ്റ്. റിയൽമി മാറ്റിയിട്ട് ഒന്നുമില്ലടാ, സിമ്പിൾ ആണ്. നമുക്ക് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തേ. എന്റെ മുഖത്തോട്ടൊരു കുത്ത് തന്നെ. അപ്പൊ പാർട്ടിസിപ്പൻസ്, അടിയിൽ പാർട്ടിസിപ്പൻസ് ഓപ്ഷൻ കാണാൻ പറ്റിയോ? നോക്കിയേ, കാണാൻ പറ്റിയോ? അപ്പൊ ഇക്കായി 1 പ്യാറാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാണ്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ചു. നല്ലൊരു രാജ. രണ്ടുപേരും കൈപൊക്കി. 7 മണിയായാലും മിസ്. എല്ലാവരും ഒന്ന് കൈപൊക്കി. എല്ലാവരും ഒന്ന് കൈപൊക്കി. നല്ലോണം ഇങ്ങനെ എഴുതാനുണ്ട്, കുറെ എഴുതാനുണ്ട്. ഓക്കെ, 2 കൈപൊക്കി. ഇനി ഏറ്റത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തോ. റെഡി അല്ലേ? അപ്പൊ ഖുദ് സേ പ്യാർ തുടങ്ങാം. ഓക്കെ ആണ്. നല്ലൊരു ചാച്ച വേണ്ട, ഇനി മതി. ഓക്കെ അല്ലേ? അപ്പൊ ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങാണ്. ഇവിടെ ഖുദ് എന്ന് പറഞ്ഞാല് സെൽഫ് അല്ലെങ്കിൽ സ്വയം എന്നാണ് അർത്ഥം. അപ്പൊ ഖുദ് സേ പ്യാറിന്റെ അർത്ഥം എന്താണ്? ആര് പറയും? ഖുദ് സേ പ്യാർ അതായത് സെൽഫ്. അത് തന്നെ
മിസ് പറയില്ല, നമുക്ക് ലാസ്റ്റ് മിസ്സിനോട് ചോദിക്കാമേ. അയ്യോ, മിസ്സിന്റെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അതെല്ലാം ചോദിക്കില്ല. ഓക്കെ, യെസ്, ഒരാളെ വിളിച്ചോളൂ മിസ്സേ. ആത്മിക, ഖുദ് സേ പ്യാർ. ഖുദിന്റെ അർത്ഥം സ്വയം എന്നാണ് അർത്ഥം. പ്യാറിന്റെ അർത്ഥം അറിയാലോ, സ്നേഹം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? ആത്മിക കുട്ടി ഒന്ന് പറഞ്ഞേ. അയ്യോ, ആത്മിക ഒന്ന് ചെറുതായിട്ടൊന്ന് അൺമ്യൂട്ടിൽ ക്ലിക്ക് ചെയ്ത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അൺമ്യൂട്ടിൽ ക്ലിക്ക് ചെയ്ത്. ആ യെസ്, എന്തോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സ്വയം ഇഷ്ടപ്പെടുക അല്ലേ? വെരി നൈസ്, കറക്റ്റ് ആണ്. സെൽഫ് ലവ് എന്നാണ് അർത്ഥം. ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ഇഷ്ടം. ആർക്കൊക്കെ ഇവിടെ നമ്മളെ തന്നെ ഇഷ്ടമാണെങ്കിലും കാണിച്ച് എനിക്ക് എന്നെ ഇഷ്ടമാണ് അല്ലേ? ഏറ്റവും ആദ്യം ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ, നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മറ്റൊരാൾ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, ചില ആൾക്കാരുണ്ട്, ഓഫ് ഞാൻ കുറച്ച് ചെറുതാണ്, എനിക്ക് മുടിയില്ല, ഞാൻ കുറച്ച് കറുത്തിട്ടാണ്. അവരൊന്നും സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരല്ല. നമുക്ക് എന്തൊക്കെയാണോ ദൈവം തന്നിട്ടുള്ളത് അതിനൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വയം നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെറ്റാണോ? എനിക്കിഷ്ടപ്പെട്ടതാ. ഓക്കെ, അപ്പോ കവിതയാണ്, എഴുതിയിരിക്കുന്ന ആളുടെ പേരാണ് ശോഭാനാഥ് യാദവ്. നമുക്ക് നോക്കി നമ്മളെന്താണ് മിററിൽ നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാം. മിററിൽ നമ്മളെ തന്നെയല്ലേ കാണുന്നത്. അപ്പൊ നമ്മളോട് തന്നെ ഉള്ളൊരു ഇഷ്ടമാണ് അവിടെ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നമ്മളോട് തന്നെ തോന്നേണ്ട ഒരു ഇഷ്ടം. അത് നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ മനുഷ്യന്മാരെ പറ്റി പഠിക്കുള്ളൂ. ആദ്യം നമ്മൾ സൂര്യനെ പറ്റി പഠിക്കും, പിന്നെ നമ്മൾ മരത്തിനെ പറ്റി പഠിക്കും, പിന്നെ നമ്മൾ മേഘങ്ങളെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യന്മാരെ വെച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റർ ശോഭാനാഥ് യാദവ്. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. വെറുതെ റൈറ്ററിന്റെ പേര് കാണിച്ചു എന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. ദിസ് ഇസ് ആർ റൈറ്റർ ശോഭാനാഥ് യാദവ്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് സെൽഫ് ലവ്, നമുക്ക് ആദ്യം നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, രണ്ട് കൈ ഒന്നിങ്ങനെ കാണിച്ച്, രണ്ട് കൈയും ഒന്നിങ്ങനെ കാണിച്ച്. ഓക്കെ, ഒരു കൈ ഇവിടേക്ക് കൊണ്ടുപോവാ, ഒരു കൈ ഇവിടേക്ക് കൊണ്ടുപോവാ. ഓക്കെ, നമ്മൾ അമ്മ അച്ഛനെയൊക്കെ നമ്മൾ കെട്ടിപ്പിടിക്കുന്ന എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അല്ലേ? അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച്, എല്ലാവരും ഒന്ന് അവരവരൊന്ന് കെട്ടിപ്പിടിച്ച്. ഓക്കെ, ദിസ് ഇസ് മീ, എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ച്. വെരി നൈസ്. മുഹമ്മദ് ഷാൻ, ഇത് ഒരു കൈയുള്ള കെട്ടിപ്പിടിക്കൽ പറ്റില്ല, പണിപാളി. ഇനി മുഹമ്മദിന്റെ പേര് മറക്കില്ല ഞാൻ. ഓക്കെ, സോ നല്ലോണം ഒന്ന് കെട്ടിപ്പിടിക്കുക. ഓക്കെ, സോ നമ്മളെ സ്നേഹിക്കുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർക്കൊക്കെയാണ് അവരവരെ ഭയങ്കര ഇഷ്ടമെന്ന് ടാറ്റ കാണിച്ച്? എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരൊക്കെ നല്ലൊരു ടാറ്റ കാണിച്ച്. എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നവർ യെസ്, അത് അങ്ങനെ ആയിരിക്കണം. മിസ് ടാറ്റ കാണിക്കുന്നുണ്ട്. മിസ് ഒരു ടാറ്റ കാണിച്ചു സ്ക്രീനിൻ്റെ മുമ്പിൽ. യെസ്, മിസ് നല്ല ടാറ്റ കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതെ, തവളക്കുട്ടനെ വരെ തവളക്കുട്ടന് ഇഷ്ടമാണ് അല്ലേ? ഒരിക്കലും തവള വിചാരില്ലോ ഞാനൊരു തവളയാണല്ലോ, മേക്രോം പാടി നടക്കുന്ന ആളാണല്ലോ എന്ന് ഒരിക്കലും തവള വിചാരിക്കില്ല. തവള വിൽ ബി ഓൾവേസ് ഹാപ്പി. ഞാൻ തവളയാണ്, ഞാൻ മേക്രോം പാടും, ഇനി ആൾക്കാരെ മെക്കിട്ട് കയറും, മഴ സമയത്ത് ഞാൻ പുഴുക്കളെ പിടിച്ചു തിന്നും, വണ്ടിയുടെ ചാടും, അയ്യോ ചതഞ്ഞു പോകും. അതാണ് തവള. സോ ഇതൊക്കെ തവള നിക്കണ നോക്കി, എന്താ പവർ. എന്നെ പോലെ ഉണ്ടോ തവള നിക്കണ? ചെറിയൊരു കട്ട്. You are not supposed to say that. Okay? Sorry, miss, you are beautiful. Oh, thank you. Okay, നോക്കി തവള തന്നെ തവളനെ നോക്കണം. ഞാൻ ആരാ മോൻ? എത്ര ആൾക്കാരെയാണ് ഞാൻ പേടിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, ആനത്തവള നിങ്ങളുടെ മുമ്പിൽ വരും, നിങ്ങൾക്ക് പേടിയാവൂലേ? പേടിയാവെങ്കിലും ടാറ്റാണ്, ശരിക്കും പേടിയാവും അല്ലേ? ശരിക്കും ഒരു നല്ല തടിമാടൻ തവള, തവളയുടെ രാജാവ്, നല്ല തവളയുടെ മറ്റേ ജിംനാസ്റ്റിക് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തവള ഇല്ലേ? സോ എന്താണ്, തവള തന്നെ നോക്കണം. ഷോ, ഞാനൊരു കില്ലാടി തന്നെ. നോക്കി ലവ് ഒക്കെ കാണിക്കുന്നുണ്ട്. നോക്കി എന്തൊരു സ്നേഹം. സോ അത് കണ്ട മേക്രോ അല്ലേ? പാട്ട് അടിപൊളി വരുന്നല്ലേ, ഞാനൊരു തവളയാണ് അല്ലേ? സോ തവള എല്ലാവർക്കും അവരവരെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അടുത്തൊരാൾക്ക് ആ ഒരു ഇഷ്ടം കൊടുക്കാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലവിങ് യുവർ സെൽഫ് എവ്രി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മിസ്സേ, ഗേൾസ് ഐ ഡി 4th row, രണ്ടാമത്തെ ആള്, 2 കോട്ടുവായ അൻഷിമ ഞാൻ കണ്ടു. 2 കോട്ടുവായാസ് ഇൻ ദ ക്ലാസ്. കോട്ടുവായ വിശ്വാസേ കോട്ടുവായ കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കണ്ട കേട്ടാ. ട്രയലിട്ട് നോക്കിയതാണ് ടീച്ചർ പിടിക്കുമെന്ന്.
ചുമ്മാ. ഓക്കെ, കോട്ടുവായിട്ട സീനാണ്ട. കോട്ടുവായിട്ടാൽ ആക്ച്വലി കോട്ടുവായിടുന്ന എപ്പോഴും നമുക്ക് ഉറക്കം വരുമല്ലേ. സോ നമ്മുടെ AI ക്ലാസ് റൂം ബേസിക്കലി കോട്ടുവായനെ ഉറക്കപ്പിച്ചിലായിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നിങ്ങൾ കോട്ടുവായിട്ട് അപ്പൊ നിങ്ങളുടെ പേര് ഇവിടെ സ്പ്ലാഷ് ആവും. അതാണ് ഞാൻ വിളിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അനന്ത് സർ, മാം പേരെന്താണ്? അൻഷിമ. ഇട്ടില്ലേ? 2 കോട്ടുവായിട്ടില്ലേ? സത്യം പറ, ഇട്ടില്ലേ? കണ്ട കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ തവളക്കുട്ടം കഴിഞ്ഞു. ഇനി നമ്മള് ശരിക്കും ചാപ്റ്ററിലോട്ട് പോവാണ്. അപ്പൊ ആദ്യം നമ്മള് ഒരു വയലിലൊക്കെ പോവാം അല്ലെ. വയലിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ ആരാണ് തിളങ്ങി നിൽക്കുന്ന ആള്? യെസ്, അടുത്ത ആളെ വിളിച്ച മിസ്സേ. ഇവിടെ ആരാണ് തിളങ്ങി നല്ല ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുന്ന വ്യക്തിയാണ്? ആദിലെ. ആരാണ് ആദിലെ ഈ ചാപ്റ്ററിൽ തിളങ്ങി നിൽക്കുന്നത്? എന്റെ പേര് പറയണ്ട, വേറൊരാൾ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ. ആരാണ് തിളങ്ങി നിൽക്കുന്നത്? ആര്? സൂര്യൻ. സോറി സോറി സോറി, സൺ. ഓക്കെ, സൂര്യനാണ്. അടുത്തൊരു ടാസ്ക്, സണ്ണിന്റെ ഹിന്ദി, സൂര്യന്റെ ഹിന്ദി പറയാൻ പറ്റുന്നവർ നല്ലൊരു ചാൻസ്. സൂര്യന്റെ ഹിന്ദി ഓഫ് ഇതൊക്കെ എന്ത് എന്ന് പറയുന്നവർ. യെസ് യെസ്, വാ വാ, നല്ലൊരു ചാറ്റയാണത്. എന്താ മാം പേര്? നമ്രത്. ഇതിൽ ആരാണ് ഇങ്ങനെ 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 ചാറ്റ കാണിച്ച വ്യക്തി ആരാണ്? ആ, അപ്പൊ നമുക്ക് അവനിട്ട് പണി കൊടുക്കും. നമ്രത്തെ പറഞ്ഞോളൂ. വെരി നൈസ്, സൂരജ് ആണ് കറക്റ്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ 4 ലൈൻ, എത്ര ലൈനുകൾ ഉണ്ട്? എത്ര 4 ലൈനിന്റെ സെറ്റ് ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര 4 ലൈനിന്റെ സെറ്റ് ഉണ്ട് ആ കവിതയിൽ? ഒന്ന് നോക്കിക്കേ. എത്ര 4 ലൈനിന്റെ സെറ്റ് ഉണ്ട്? 4 ലൈനിന്റെ സെറ്റ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ 4 ലൈനിൽ നമ്മൾ സൂര്യനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് രാജ കാണിച്ചേ. സിമ്പിൾ ആണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 4 ലൈൻസ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അർത്ഥങ്ങൾ അടിയിലുണ്ട്, മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഏതാണോ ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക്, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് മാത്രം എഴുതാം. രണ്ടും എഴുതി വെക്കരുത്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ കുത്തിക്കേറ്റി എഴുതി വെക്കരുത്. ഏതെങ്കിലും ഒരെണ്ണം, ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിട്ട് എഴുതുക. സെറ്റ് അല്ലേ? വൈഷ്ണവേ ഓക്കെ അല്ലേ? വൈഷ്ണവേ, ഈ ബുക്കിന്റെ ബാക്കിൽ എന്താ ചെയ്യണേ? ബുക്കിന്റെ ബാക്ക് ആണല്ലോ തുറന്നു വെച്ചേക്കണേ. ടെക്സ്റ്റ് എവിടെ? പണിയാണ്, ഒക്കെ കാണാൻ പറ്റും. നല്ലൊരു ടെക്സ്റ്റ് ഉണ്ടായിട്ട് ഉൾവശം ഏറ്റവും പുറകുവശമാണ്. ഫ്രണ്ട് പേജ് എടുത്ത് കുഴപ്പമില്ല മിസ്സേ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വിട്ടേക്കാം. ഇനി ക്ലാസ്സിന്റെ ഇടയിൽ ബാക്ക് സൈഡിലെ പേജ് യൂസ് ചെയ്ത് കാണരുത്. നിങ്ങൾ വിചാരിക്കും ഓൺലൈൻ ക്ലാസ്സിലെ ടീച്ചർ എങ്ങനെ കാണാൻ, ഒക്കെ കാണാൻ പറ്റൂട്ടാ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് പേജ് എടുത്തോ. ഖുദ് സേ പ്യാർ ചാപ്റ്റർ എടുത്തോളൂ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കാലോ മിസ്സേ? ഒരു ചോദ്യം ചോദിക്കാം നമുക്ക്. വൈഷ്ണവ് കുട്ടാ, ഒന്ന് പതുക്കെ അൺമ്യൂട്ടിൽ ഒന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക. അൺമ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പതുക്കെ ടച്ച് ചെയ്യുക. പറ്റുന്നില്ല? ഓക്കെ, വൈഷ്ണവ് പറഞ്ഞ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്ക്രീനിൽ കാണിച്ചു. എന്താണ് പ്യാർ എന്ന് പറഞ്ഞാല്? ആക്ഷൻ കാണിച്ചാൽ മതി. പ്യാർ, ഓ സീൻ. അപ്പൊ ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുദ് സേ പ്യാർ, അത് നമ്മൾ സ്ക്രീനിൽ കാണിച്ചു. ഓക്കെ, സൂപ്പർ. നമ്മളോട് തന്നെയുള്ള സ്നേഹം. വെരി ഗുഡ്. ഞാൻ വെച്ച് കെട്ടിപ്പിടിച്ച് കാണിച്ചാലും മതിയായിരുന്നു. സൂപ്പർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുള്ള അടിപൊളിയാവൂലേ? ഇത്രയും ഒന്ന് നോക്കി വരച്ചിരുന്നിട്ട് ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നീ വരയ്ക്കാണ്ട് എന്റെ പൊന്നെ സീൻ തന്നെ. അപ്പൊ ഗുഡ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. ഒന്നുകൂടെ വായിക്കാം. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. സിമ്പിൾ. നമുക്ക് നോക്കാം എന്താണ് ശരിക്കും ഇവിടെ പറയണേന്ന്. സൂരജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അല്ലെങ്കിൽ സൺ എന്നാണ് അർത്ഥം. നോക്കിയതേ, സൂര്യൻ അല്ലെങ്കിൽ സൺ. അപ്പനി ആഗസെ, തൻ്റെ ചൂടിനോട്. സൂര്യൻ ചൂടുള്ള സാധനമാണെങ്കിൽ ഒന്ന് ഇങ്ങനെ കാണിച്ചേ. സൂര്യൻ ഭയങ്കര ചൂടാണെങ്കിൽ ഒന്ന് ഭയങ്കര ചൂടാണ്, ഇങ്ങനെ കാറ്റൊക്കെ വീശി കേൾക്കുമ്പോൾ സൂര്യൻ ഭയങ്കര ചൂടാണല്ലേ. സൂര്യൻ ഭയങ്കര ചൂടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ. സൂര്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചൂടാണ്. സൂര്യനെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് സൂര്യൻ വരുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സംഭവം എന്താണ്? ഒരാളെ വിളിച്ച് സൂര്യൻ എന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ചൂട്.
ആൻമരി കുട്ടി, സൂര്യൻ എന്ന ആദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോ ഏറ്റവും ആദ്യം മൈൻഡിലോട്ട് വരുന്ന വാക്ക് എന്താണ്? ചൂട്. ആൻമരി ടെക്സ്റ്റിലല്ലേ എഴുതണത് മീനിങ്സ്? ടെക്സ്റ്റിൽ എഴുതിക്കോളൂ, അങ്ങനെ വേറെ സെപ്പറേറ്റ് നോട്ട് ആണല്ലേ? നോ പ്രോബ്ലം. അപ്പൊ സൂരജ്, ഇതിപ്പോ ആൻമരിയെ പറഞ്ഞ പോലെ സൂര്യൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം നമുക്ക് ചൂട് എന്റെ കാര്യമായിരിക്കും നമ്മൾ ചിന്തിക്കാം, അല്ലെ? സോ സൂരജ് അപ്പനി ആകസെ, സൂര്യൻ തന്റെ ചൂടിനെ, അപ്പനി ആകെന്ന് പറഞ്ഞാല് തന്റെ ചൂടിനെ വളരെയധികം സ്നേഹിക്കും. ഇത്തനാ പ്യാർ കരേ എന്ന് പറഞ്ഞാല് വളരെയധികം സ്നേഹിക്കും. കി വ ദേ സകേ ആഗ് ദുനിയാ കോ ഭി, തന്റെ ചൂടിനെ അത് സ്നേഹിക്കണം. എന്റെ ആള് സൂര്യൻ വിചാരിക്കണം, ഫോർ എക്സാമ്പിൾ ഞാൻ സൂര്യനാണെന്ന് വിചാരിക്കാം, ഞാൻ വിചാരിക്കണം എൻ്റെ ചൂട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടിനെ, അപ്പൊ എന്ത് ചെയ്യാം, എനിക്കത് ഷെയർ ചെയ്യാം, എനിക്ക് അടുത്ത ആൾക്കും അത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ദേ സകേ ആഗ് ദുനിയാ കോ ഭി, എന്നാൽ മാത്രമേ ആ ചൂട് അല്ലെങ്കിൽ ആ ഒരു തീ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മറ്റുള്ള ആൾക്കാർക്കും സൂര്യന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്, നമ്മളെ സ്നേഹിക്കണം. അത് പാരായാലും, തവളയായാലും കരടിയായാലും മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും നമ്മളെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്വാളിറ്റീസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സൂര്യൻ പറയാണ് എനിക്ക് എന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ ചൂട് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് സൂര്യൻ അങ്ങോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. കുറച്ച് ദിവസം നല്ല സുഖമായിരിക്കും, ഓ ചൂടില്ല, വേർപ്പില്ല, സൂപ്പറായിട്ട് പോയി വരാം, കൊട വേണ്ട, വെള്ളം വേണ്ട. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾക്ക് മതിയാവും, നമുക്ക് സൂര്യൻ ആവശ്യം വരും. ഫുൾ ഇരുട്ടായിരിക്കും, ഓർത്ത് നോക്കി സൂര്യൻ ഇല്ല, ശോകമായിരിക്കുമെങ്കിലും ശോകം എന്ന് കാണിക്കുക, സൂര്യൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ തമ്പ് കാണിക്കുക. ഇറ്റ് വിൽ ബി വെരി ബാഡ്, ഭയങ്കര മോശമായിരിക്കും. ഹൃദയനെ വിളിച്ചോളൂ മിസ്. ഹൃദയ തമ്പ് കാണിച്ചാലും അറിയാണ്ട് ആദ്യം പെട്ടു. പക്ഷെ എന്ത് പണിയാണ് ടീച്ചറെ, ഞാൻ വെറുതെ കാണിച്ചതാണല്ലേ. ഹൃദയ വെറുതെ കാണിച്ചാണോ ഹൃദയ കുട്ടി? ഇനിയിപ്പോ അങ്ങനെ പറയാലോ. അപ്പൊ അതാണ്, ആ സൂര്യന് തന്റെ ചൂടിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ചൂട് മറ്റുള്ളവരായിട്ടാകാം. ഇത്തിരി ചൂട് എടുത്തോളൂ, ഈ കൺട്രിക്ക് ഇത്രയും ചൂട്, ഇവിടെ ഇത്രയും ചൂട്, ഇവിടെ വലിയ ചൂട് വേണ്ട, അങ്ങനെ പറഞ്ഞാൽ ആ ചൂടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ചൂടിനെ മറ്റുള്ള ആൾക്കാർക്ക്. അതാണ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി, ആ ലോകത്തിനടക്കം ആ ചൂട് എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. സിമ്പിൾ ആണ്, അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ചിന്തിക്കരുത്. ഓക്കെ, കൊച്ചു ടിവിയുടെ വിചാരിച്ചിട്ട് എടുത്താണ്, പക്ഷെ അതാണോന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആകെ മറ്റേതേ ഓർമ്മയുള്ളൂ, മറ്റേത് ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ അബ്ബാസ് മറ്റേത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നും കൂടെ നമുക്ക് നോക്കാം. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. സൂര്യൻ തന്റെ ചൂടിനെ അത്യധികം അത് സ്നേഹിക്കും, വളരെയധികം അത് സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വ ദേ സകേ, അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തിന്? ദുനിയാ കോ ഭി, ആ ചൂട്. ഇവിടെ ചൂട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ചൂട് മാത്രമല്ല, തീ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ചൂടിനെ മാത്രമല്ല, വേറെ എന്തൊക്കെയായിരിക്കും സൂര്യൻ തരുന്ന വേറെ സാധനങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഒരാളെ വിളിച്ചേ മാം. സിയോൺ പോൾ, യെസ് സിയോൺ. ഈ ചൂട് സൂര്യൻ തരുന്നത് ചൂട് മാത്രല്ല, വേറെ എന്തൊക്കെ സൂര്യൻ തരുന്നുണ്ടോ? ഒരെണ്ണം പറഞ്ഞേ. പറഞ്ഞോ, കറക്റ്റ് ആണ്. ആവിയാ ചൂട് തരുന്നുണ്ട്. ഓക്കെ ടീച്ചറെ, രണ്ടാമത് ആവി. ആവി വേണ്ട, വേറെ എന്തെങ്കിലും പറ. ചൂട് തരുന്നുണ്ട്, ഫൈൻ, അക്സെപ്റ്റഡ്. ആവി അല്ലാണ്ട് വേറെ എന്തെങ്കിലും? ആവി അല്ലാണ്ട് ടീച്ചറെ രണ്ടാമത്തെ ചൂട്. അടിപൊളി. ഇതൊന്ന് ചൂട് മാത്രമേ ഉള്ളൂല്ലോ. എടാ ചൂടുണ്ട്, വേറെ എന്താണുള്ളത്? വിറ്റമിൻ ഡി എന്ന് പറയുന്നുണ്ട്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങൾ കൊണ്ടുവരുന്നില്ല. ബ്രേക്ക് തരുമോ? ബ്രേക്ക് അല്ല സൂര്യൻ തരുന്നത്, ബ്രേക്ക് സൂര്യൻ തരാറില്ല, ബ്രേക്ക് തരേണ്ടത് ഞാനാണ്. ഓക്കെ, യെസ്.
ഇവാൻ പോള് ആവിയിൽ തന്നെ പിടിച്ചു വെക്കുകയാണ്, രക്ഷയില്ല. ഈ സിയോൺ പോൾ തന്നെ. യെസ്, നമുക്ക് അടുത്തൊരാളെ വിളിക്കാം മാം. ശിവാനി കുട്ടി, ശിവാനി ഒന്ന് പറയോ ശിവാനി, സൂര്യൻ തരുന്ന ഒരു സാധനം എന്താണ്? സൂര്യൻ തരുന്ന ഒരു സംഭവം എന്താണ്? രാവിലെ എഴുന്നേറ്റു, രാവിലെ ആയിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അമ്മ കുത്തിപ്പൊക്കുമ്പോഴാണോ? വെളിച്ചം വരും. വെളിച്ചം ആരാ തരുന്നത് കുട്ടാ? സൂര്യൻ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സൂര്യൻ തരുന്നതാണ് സൺലൈറ്റ്. ഓക്കെ, അത് സൈഡിൽ എഴുതി വെക്കുക. ഇതിന്റെ ഹിന്ദി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പഠിക്കാം. സൺലൈറ്റ് മാത്രമല്ല നമുക്ക് എനർജി തരുന്നുണ്ട്. എനർജി, നമുക്ക് ശക്തി, ഊർജം, എനർജിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂര്യൻ തരുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ച, പക്ക ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ച. യെസ്, വെരി നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വ ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂര്യൻ തന്റെ ചൂടിൽ തന്റെ ക്വാളിറ്റീസിനെ അത്യധികം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ അതിന് ഈ ലോകത്തിന് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ചൂട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ സ്ലൈഡ്, സോറി ഫസ്റ്റത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റാൻസ ക്ലിയർ ആണെങ്കിൽ ഒന്ന് നമസ്തേ കാണിച്ചേ. ഫസ്റ്റ് സ്റ്റാൻസ. ഓക്കെ ഡൺ. ഓക്കെ, ഒന്നത് വായിക്കുക. എല്ലാവരും ഒന്ന് ഓടിച്ച് വായിക്കുക. അത് അല്ല ഇപ്പൊ വായിക്കണ്ടല്ലേ, ലാസ്റ്റ് വായിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും ഓടിപ്പോവാ, ഒരു ബ്രേക്ക് എടുക്കുക. 10 മിനിറ്റ് ആണ് ബ്രേക്ക്. ബ്രേക്കിന് ഒരു 30 സെക്കൻഡ് മുമ്പ്, കഴിയുന്ന 30 സെക്കൻഡ് മുമ്പ് ഇവിടുന്ന് ബെല്ലടിക്കും. സോ കറക്റ്റ് ആയിട്ട് കയറാം കേട്ടോ. റെഡി അല്ലേ? വീഡിയോസ് ഓഫ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയിപ്പിച്ചാല് നിങ്ങൾ തന്നെ ആ റൂമിലോട്ട് പോകും, സാറുമാര് പിണങ്ങുന്ന. സോ മാക്സിമം എന്ത് ചെയ്യുക, അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമ്മള് ഇതെന്താ ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ഉള്ളത്? യെസ്, അടുത്ത ആളെ വിളിച്ച മാം, എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഹരിനന്ദ. എന്താണ് ഹരിനന്ദ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതലും എന്താ ഹരിക്ക് കാണാൻ പറ്റണേ? യെസ്, മരമാണ് ഇവിടെ ഫോക്കസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക്, അടുത്ത പാസേജിൽ നമ്മൾ മരത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മരത്തിന്റെ ഹിന്ദി ആരെങ്കിലും ഒന്ന് പറയോ? യെസ്, അടുത്ത ആളെ വിളിച്ചേ മാം. വിളിച്ചോ മാം. ഉഷിക്നാഥ്. യെസ്, ഹായ്. ആ പേരിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് പറയോ? നാഥ്. അപ്പൊ അത് കറക്റ്റ് ആണല്ലേ മാം? ഓക്കെ, ഉഷിക്നാഥ്. എടാ അപ്പൊ ഒന്ന് പറഞ്ഞേ, ഈ മരത്തിന്റെ ഹിന്ദി എന്താണ്? പേട്. നമ്മൾ പഠിച്ചത് പേടാണെങ്കിലും നമ്മൾ 5, 6, 7 നമ്മൾ പേടെന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ പേടിന് ഒരു പുതിയ പര്യാവാചി ശബ്ദം അല്ലെങ്കിൽ ഒരു സിനണിം അല്ലെങ്കിൽ അതേ അർത്ഥമുള്ള ഒരു വേറെ വാക്കാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ആ വാക്കാണ് ദർഖത്ത്. മാർക്ക് ചെയ്ത് വെക്കാട്ടാ. ദർഖത്ത് എന്താണെന്ന് ചോദിച്ചാൽ മരം എന്നാണ് അർത്ഥം. ഇനി ഞാൻ ചോദിക്കും മരത്തിന്റെ വേറെ പഠിച്ച പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്. യു ഷുഡ് സേ ട്രീ. അല്ല, യു ഷുഡ് സേ ദർഖത്ത്. ദർഖത്ത് എന്ന് പറഞ്ഞാല് മരം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തലയാട്ടിക്കേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് തലയാട്ടിക്കേ. യെസ്, വെരി നൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദർഖത്ത് അപ്നെ ഫൂലോं से इतना प्यार करे कि वह दे सके फूल दुनिया को भी. സിമ്പിൾ. ദർഖത്ത്. ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തുള്ള വിളിച്ച മാം, എന്താണ് ദർഖത്ത്? ലാബ്ഡിയ. എന്താണ് ലാബ്ഡിയ കുട്ടി? ഗ്ലാബ്ഡിയ. സോറി, ഗ്ലാബ്ഡിയ. എന്താണ് ഗ്ലാബ്ഡിയ? ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പതുക്കെ, ഒന്ന് സ്നേഹത്തോടെ ക്ലിക്ക് ചെയ്തേ. പറ്റണില്ലേ മിസ്സേ? എന്താണ് ഗ്ലാഡി എന്ന് പറഞ്ഞ? എന്താണ് ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞാൽ മതി, എനിക്ക് ഞാൻ മനസ്സിലാക്കാം. എന്താണ് ദർഖത്ത് എന്ന് പറഞ്ഞാല്? ഇല്ല, പറഞ്ഞോളൂ, വായിച്ചു പറഞ്ഞോ. എന്താണ്? യെസ്, മരം. ഓക്കെ, ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മരം എന്നാണ് അർത്ഥം. അല്ലെ, ഗ്ലാഡ്വിയുടെ ലാംഗ്വേജ് അത് ഇങ്ങനെയാ ഗ്ലാഡ്വിയ കാണിച്ചത് അല്ലേ? അത് കൊമ്പ് മാത്രമേ ഉള്ളൂ, മരം വരുന്നില്ല. ചില്ലകൾ വരട്ടെ അല്ലേ മിസ്സേ? ഓക്കെ, യെസ്. അപ്പോ ദർഖത്ത് അപ്നെ ഫൂലോं से इतना प्यार करे कि वह दे सके फूल दुनिया को भी. ദർഖത്ത് മരം. അപ്നെ ഫൂലോं से താൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയെടുക്കുന്ന പുഷ്പങ്ങൾ. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവേഴ്സ് എന്നാണ് അർത്ഥം. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്നാണ് അർത്ഥം. നോട്ട് ചെയ്യാം കേട്ടോ, ഫൂലിന്റെ മീനിങ് അടിയിലില്ല. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്നാണ് അർത്ഥം. അപ്പൊ ഫ്ലവേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും.
താൻ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സിനെയും ഫ്രൂട്ട്സിനെയൊക്കെ ഈ പേട്, ഈ ദർക്കത്ത് വളരെയധികം സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥത്തിൽ ആളെ വിളിച്ച മാം, അങ്ങനെ ഇത്രയും നല്ല രീതിക്ക് സ്നേഹിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ മരത്തിന്? അബ്ലിയോ, അബ്ലിയോ കൂട്ടാ, എന്ത് ചെയ്യാൻ പറ്റും? അബ്ലിയോ ഭയങ്കര സ്നേഹിക്കുകയാണ് ഈ മരങ്ങൾ. ഇപ്പൊ നമ്മൾ സൂര്യന്റെ പറഞ്ഞു, ചൂടിനെ സ്നേഹിക്കുന്നു, ചൂട് ലോകത്തിന് കൊടുക്കുന്നു. അപ്പൊ മരങ്ങള് മരത്തിന്റെ പുഷ്പത്തിനെയും മരത്തിന്റെ ഫ്രൂട്ട്സിനെയൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ എന്നാൽ ആർക്ക് കൊടുക്കാൻ പറ്റും അത്? ഒന്ന് ഹലോ പറഞ്ഞേ. സൗണ്ട് കേൾക്കണില്ലേ അബ്ലിയോ? നോ പ്രോബ്ലം, നമുക്ക് അടുത്ത ആളെ വിളിക്കാം മാം. അഗ്രാജ്, ഇത്രയും സാധനങ്ങൾ ഈ മരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതാർക്ക് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഇത്രയും നല്ലോണം സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആർക്ക് കൊടുക്കാൻ പറ്റും? എടാ, നമ്മൾ പറഞ്ഞു സൂര്യൻ തന്റെ ചൂടിനെ വളരെയധികം സ്നേഹിക്കുന്നു, എന്നാൽ ചൂട് ഈ ലോകത്തിന് സൂര്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ചൂടിനെ കൊടുക്കാൻ പറ്റുന്നു. അതേ സെയിം തന്നെ മരം തന്റെ പൂവുകളെ സ്നേഹിക്കുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പൂക്കൾ ആർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? പൂക്കളെ നമുക്ക് തന്നെ, അല്ലെങ്കിൽ യു ക്യാൻ സേ ലോകം, ദുനിയാവ്. വെരി ഗുഡ്. നോക്കി, ആ പുഷ്പങ്ങള് അത് അടിയിൽ വീഴ്ത്തണം എങ്കിൽ ആ മരം വിചാരിക്കണം ആ പ്ലാന്റ്സിനെ, ആ ഫ്ലവേഴ്സിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാക്കൽ നിർത്തും. സോ തൻ്റെ ഉള്ളിലുള്ള ക്വാളിറ്റീസിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ മരം എന്ത് ചെയ്യുന്നത്? അത് ലോകത്തിന് കൊടുക്കുന്നത്, അത് മനുഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് തല കാട്ടിയാലും മതി. ക്ലിയർ ആണെങ്കിൽ യെസ്. അത് ശിവഗംഗയാണോ മാം ഏറ്റവും ആദ്യം ഇരിക്കുന്ന വ്യക്തി? ശിവഗംഗയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ശിവഗംഗ കശ്മീരുടെ അനിയത്തിയാണോ? ഹൃദയല്ല, ആ ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ തുടങ്ങി എനിക്ക് അവിടെ കശ്മീർ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. വന്നപ്പോൾ തുടങ്ങി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കശ്മീർ 7-ലല്ല 10 കഴിഞ്ഞാണ് അല്ലേ? ചേച്ചി എവിടെ? എന്നിട്ട് താഴെ. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് കണ്ടാരണം ചോദിച്ചെന്നുള്ളൂ. കറക്റ്റ് ആയല്ലോ എന്തായാലും. ഓക്കെ ശിവ, ഡൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം, സിമ്പിൾ ആണ്. അതായത് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കാൻ പറ്റും? ദുനിയ അല്ലെങ്കിൽ ലോകത്തിന് അത് കൊടുക്കാനായിട്ട് പറ്റും. നോക്കിയേ, ഫൂൽ അടിയിലുണ്ട് അർത്ഥം, ഫ്ലവേഴ്സ്, പുഷ്പങ്ങൾ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ദർക്കത്ത് അപ്നെ ഫൂലോ സേ ഇത്നാ പ്യാർ കരേ കി വ ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. ദർക്കത്ത് അതായത് ആ പുഷ്പം, ദർക്കത്ത് എന്ന് പറഞ്ഞാൽ ആ മരം. ഓക്കെ, ആ മരം ഇവിടെ മരത്തിന് ഞാൻ കാണിച്ചത്. ഓക്കെ, ആ മരം തന്റെ മരത്തിനെ, തന്റെ മരം അല്ലെങ്കിൽ ആ മരത്തിന്റെ ഉള്ളിലുള്ള തന്റെ പൂക്കളെ സ്നേഹിക്കാൻ അതിയായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പൂക്കള് ഈ ലോകത്തിലും കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. സിമ്പിൾ ആണ്, തൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെല്ലാം, ആ ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു മരത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ പൂ. അപ്പൊ മരത്തിന് തോന്നണം എൻ്റെ പൂ എന്ത് ഭംഗിയുള്ളതാണ്, പോട്ടെ കുറച്ച് മനുഷ്യന്മാർക്കും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് മനുഷ്യന്മാർക്ക് കൊടുക്കുമ്പോഴാണ് അത് നമുക്കും കിട്ടുന്നത്. അപ്പോൾ തന്നെ സ്നേഹിച്ചാൽ മാത്രം, തൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് മറ്റുള്ളവർക്കും സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ ഇവാൻ? ഓക്കെ ആണോ ഇവാൻ? യെസ്. ഇവാൻ മാത്രം എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. സ്ക്രീനിന്റെ അടുത്ത് വന്ന് ടാറ്റ കാണിച്ച്. യെസ്, വെരി നൈസ്. അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. അടുത്തയിൽ എന്തിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? യെസ്, അടുത്തുള്ള വിളിച്ചേ മാം. യെസ്, പാർവതി. ഹായ്. എല്ലാ 7th ബാച്ചിലും ഉണ്ടാവും ഒരു പാർവതി. കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു പാർവതി KS. ഇത് KU ആണോ മാം? ഇല്ല, ഇത് KU. പാർവതി, എന്താണ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്? എന്ത് തോന്നണോ കണ്ടിട്ട്? വീടിന്റെ പുറത്ത് മഴ നടക്കുന്നുണ്ടോ? ആരുടെയൊക്കെ വീടിന്റെ അവിടെ മഴ നടക്കുന്നുണ്ട്? ടാറ്റ കാണിച്ച. മഴ നടക്കുന്നുണ്ട് വീടിന്റെ അടുത്ത്. കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇപ്പൊ നിന്നു തോന്നുന്നു ചോദിച്ചപ്പോ. കറക്റ്റാ നിന്നു ഇല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊടിയണുള്ളൂ. പെട്ടെന്നൊരു ഭയങ്കര അടിപൊളി മഴ പെയ്തപ്പോഴാണ് ഇവിടെ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞത്. പിന്നെ മഴ അങ്ങനെ പതിയെ പോയി. ഓക്കെ, മഴ തരുന്നത് ആരാണ്? അടുത്തൊരാളോടാണ് ചോദ്യം. മഴ തരുന്നത് ആരാണ്? ആമിനെ.
ആമിനയ്ക്ക് എന്ത് തോന്നുന്നു? മഴ നമുക്ക് തരുന്നത് ആരാണ്? ദൈവം തരണ മഴ പെയ്യട്ടെ? അല്ല, ആരാണ് നമുക്ക് മഴ തരുന്നത് ആമിനക്കുട്ടി? ദൈവോ? കാർമേഘം. വെരി ഗുഡ്. കാർമേഘം. മേഘത്തിന്റെ ഹിന്ദിയാണ് ബാദൽ. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴയിനെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ എന്താണ്? മഴയാണ്, അല്ലെങ്കിൽ ബാദൽ, മേഘാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. മേഘ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ മേഘം എന്ന് നമുക്ക് പറയാം. മേഘം. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിലും ഡാറ്റ അണിച്ചേ. ഓക്കെ ആണെങ്കിലും ഒന്ന് ഡാറ്റ അണിച്ചേ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. നമ്മുടെ ബാദൽ എന്ന് പറഞ്ഞ മേഘങ്ങള് തൻ്റെ ഉള്ളിൽ നിറച്ച് കെട്ടിയിരിക്കുന്ന ആ വെള്ളം. നിങ്ങൾക്ക് വാട്ടർ സൈക്കിൾ അറിയാമെങ്കിലും ഡാറ്റ അണിച്ച്. വാട്ടർ സൈക്കിൾ, യു നോ വാട്ടർ സൈക്കിൾ. നമ്മുടെ ഇവിടെ നിന്ന് ആവി മുകളിലോട്ട് പോകുന്നു. ആ ആവി കളക്ട് ആയി നല്ല തടിമാടനായിട്ടുള്ള ഒരു 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 ക്ലൗഡ് ക്രിയേറ്റ് ആവുകയാണ് അവിടെ. നല്ല തടിച്ച് കൊടുത്തിരിക്കുന്ന ഒരു മേഘം. എന്നിട്ട് അതിന് അത് തോന്നുകയാണ്, ഷോ ഭയങ്കര തടിയായി പോയല്ലോ ദൈവമേ എന്ന് തോന്നുമ്പോഴാണ് അത് മഴ പെയ്യിപ്പിക്കുന്നത്. സോ മഴ പെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം? യെസ്, ഒരാളെ വിളിച്ച മാം. മഴ പെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം? മഴ കൊടുക്കാം, അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കാം. യെസ്, ഇതാരാണ് മാം? അയാൻ കുട്ടാ. അയാനെ, മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ആര് വിചാരിക്കണമാ? മഴ പെയ്യിപ്പിക്കാം എന്നാര് വിചാരിക്കണം? നമ്മള് വിചാരിക്കണം. ഈശ്വര മഴ പെയ്യണെന്ന് ചോദിച്ചാൽ മഴ വരുമോ? ഇല്ല. അപ്പൊ മോളിൽ നിന്ന് ആരാണ് മഴേനെ വിടുന്നത്, അല്ലെങ്കിൽ ആ വെള്ളം വിടുന്നത് ആരാണ്? നീ മേഘം എന്നാണോ പറഞ്ഞത്, ദൈവം എന്നാണോ പറഞ്ഞത്? എടാ 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 ആദ്യം നീ ദൈവം എന്നല്ലേ പറഞ്ഞത്? നോണ പറയരുത്. സമ്മതിച്ചെന്നിട്ടാ, അതാണ് നല്ല കുട്ടി. ഫോൺ ഒന്ന് ബാക്കിലോട്ട് നീക്കി വെച്ച. ഫോൺ ബാക്കിലോട്ട് നീക്കി വെക്ക. എന്താണ് മാം? അയാൻ ഇരിക്കുന്ന ബുക്ക് ഒന്ന് സ്ക്രീനിൽ കാണാം. ഞാൻ അതുപോലെ ഒന്ന് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കി. കമോൺ. ആ സ്ക്രീൻ ഒന്ന് ബാക്കിലോട്ട് നീക്കി വെക്കുക. ആ ബുക്ക് ഒന്ന് കാണുന്ന രീതിക്ക് അറേഞ്ച്മെന്റ് അടിപൊളിയാക്കി വെക്കുക. ഓക്കെ. അപ്പൊ അയാൻ പറഞ്ഞ പോലെ മേഘങ്ങള് മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് മഴ കിട്ടുള്ളൂ. അതിന് മേഘങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലുള്ള വെള്ളം നല്ലതാണ്, അല്ല ഞാൻ ആ വെള്ളത്തിനെ അത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പോട്ടെ കുറച്ച് വെള്ളം ജനങ്ങൾക്കും കൊടുത്തേക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഭൂമിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത് അത് മഴ പെയ്യിപ്പിച്ചാൽ മാത്രമേ നമുക്കത് മഴയായിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് ആ മഴ പോരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മഴ പെയ്യില്ല. മഴ പെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വേണം? ആ മേഘങ്ങള് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മഴ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാദൽ അപ്നെ ജൽസെ, മേഘങ്ങള് തൻ്റെ വെള്ളം, അതായത് താൻ നിറച്ച് കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിനോട് അത്യധികമായിട്ട് സ്നേഹിക്കും. ആരാണ് മാം അത്? യൂസർ. അത് പേരാണോ? ഇതാരാണിത്? യൂസർ. അയ്യോ, ശരിക്കും പേര് പോലെ തോന്നുന്നു. നല്ല നൈസ് നെയിം. ഈ അടിയിലുള്ളത് ആരാണ്? ശ്രീഹരി. കറണ്ട് പോയതാണെങ്കിൽ വേണ്ട, എന്ത് കാണിക്കാനൊന്നും കാണാൻ പറ്റില്ല. ആ സൈഡിലുള്ള സ്പീക്കർ ഒന്ന് തൊട്ടെ, ആ സ്പീക്കർ ലൈറ്റിലൊന്ന് തൊട്ടെ, കറണ്ട് പോയതാണെങ്കിൽ. അതന്നെ. ഓക്കെ ഡൺ. ഇത് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കും? ഒരാൾക്ക് ഇപ്പൊ അൺമ്യൂട്ട് ഓപ്ഷൻ വരും. മുകളില് യൂസറിന് അൺമ്യൂട്ട് ഓപ്ഷൻ വന്നോ? യെസ്. ഹായ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹലോ എന്ന് പറഞ്ഞേ. സിസ്റ്റത്തിലാണോ കാണുന്നത് ക്ലാസ്? കമ്പ്യൂട്ടറിലാണോ കാണുന്നത്? ഓക്കെ. സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട് നീക്കി വെക്കാം, എന്നാൽ മാത്രമേ. പേരെന്താണ് ദൈവമേ? മിസ് ഒന്ന് മെസ്സേജ് അയക്കുമോ അതിലേക്ക്? ഇപ്പൊ ഒരു ഹായ് വരും. ആ ഹായിലേക്ക് പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. പേരൊന്ന് അറിയാൻ വേണ്ടിയാണ്. കണ്ടോ? ഹായ് കണ്ടോ? ഹായ് കണ്ടുവെങ്കിലും തമ്പ് കാണിച്ചേ. ഓക്കെ. യൂസർ മതിയോ? അല്ലേ? ഞങ്ങള് സ്നേഹത്തിൽ യൂസർ എന്ന് വിളിച്ചോട്ടെ. ഞങ്ങളില്ലേ പേര് നല്ല പേരായിരിക്കും ചോദിച്ചാണ്, പക്ഷെ ഇത് യൂസർ നെയിലും അല്ലേ? അല്ലെ, നല്ലൊരു പേര്. കണ്ടിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു പേര്.
ആസ്റ്റവറിൻ. ഓക്കെ, ആസ്റ്റവറിൻ. ക്ലിയർ അല്ലേ പറയുന്നത് എല്ലാവരും? ഡൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് മേഘങ്ങളെ പറ്റിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് അഗൈൻ. ബാദൽ അപ്നെ ജൽസെ, മേഘങ്ങൾ തന്റെ വെള്ളത്തിനെ, അപ്നെ ജൽസെ എന്ന് പറഞ്ഞാൽ തന്റെ വെള്ളത്തിനെ, ഇത്തനാ പ്യാർ കരെ, അതായത് താൻ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിനോട് വളരെയധികം സ്നേഹം കാണിക്കും. ഇത്തനാ പ്യാർ കരെ കി വ ദേ സകേ ജൽ, അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് വെള്ളം തരാൻ പറ്റും. കിസ്കോ ദുനിയാ കോബി, ആ വെള്ളം പോലും അതെന്ത് ചെയ്യാൻ പറ്റും? അതിന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ സൂര്യൻ ജനങ്ങൾക്ക് ദുനിയക്ക് എന്താ കൊടുത്തതെന്ന് ഒന്ന് ഫസ്റ്റ് സ്റ്റാൻസ് എടുത്ത് നോക്കി. സൂരജിന്റെ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സൂരജ് എന്താണ് ജനങ്ങൾക്ക് കൊടുത്തത്? ആര് പറയും? അറിയുന്നവരൊക്കെ ഒന്ന് രാറ്റാണ്. സൂരജ് എന്താണ് ജനങ്ങൾക്ക് കൊടുത്തത്? അതിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. യെസ്, വിളിച്ചോളൂ മാം. അനൈക്കുട്ടാ, അനൈ ഒന്ന് പറഞ്ഞേ, സൂരജ് എന്താണ് കൊടുത്തത് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ദുനിയക്ക് സൂര്യൻ എന്താണ് കൊടുത്തത്? ആ എടാ, നീ ആൻസർ കറക്റ്റ് ആണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? സ്നേഹത്തിൽ തൊടുക, എന്നോട് ദേഷ്യം കയറി തൊടരുത്. ഓക്കെ, നോ പ്രോബ്ലം, പോട്ടെ. യെസ്, അടുത്ത ആളെ വിളിച്ച മാം. ഐഷക്കുട്ടി, എന്താണ് ഐഷ സൂരജ് എന്താണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞേ? ചൂട്. അപ്പൊ എന്താ നമ്മൾ പറയാ? ആഗ് എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത്. യെസ്, അടുത്ത ആളെ വിളിച്ചു. ദർഖത്ത് എന്താണ് കൊടുത്തത്? എന്താണ് ദർഖത്ത് എന്ന് പറഞ്ഞാൽ ആര് പറയും? വാട്ട് ഇസ് ദർഖത്ത്? യെസ്, ജുവാനക്കുട്ടി, എന്താണ് ജുവാന ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുവാന, എന്താണ് ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജുവാനെ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ദർഖത്ത് എന്താണ്? ഹായ്, എന്താണ് ജുവാനക്കുട്ടി ദർഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി നൈസ്, പേടാണ്. മരം എന്താണ് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ്. മരം എന്ത് കൊടുക്കുന്ന കാര്യം ഡിസ്കസ് മാം. അടുത്ത ആൾ വിളിച്ചോളൂ. വെരി നൈസ്, ജുവാന. ഷഹനൂർ, എന്താണ് ഷഹനൂറെ മരം ദുനിയക്ക് കൊടുക്കുന്ന സാധനം എന്താണ് ഷഹനൂർ എന്ന് പറഞ്ഞേ? ടെക്സ്റ്റിൽ എന്താണുള്ളത്? ടെക്സ്റ്റില് ദർഖത്ത് അപ്നെ ഡാഷ് സേ ഇത്തനാ പ്യാർ കരേ कि वह दे सके अपने डैश दुनिया को भी. ഇതാണ് 4 വരി. ഫൂൽ. യെസ്, വെരി നൈസ്, അതാണ് വേണ്ടത്. ഓക്കെ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂക്കള്. ഇനി അടുത്തത് ബാദലിന്റെ കേസ് പറഞ്ഞ, ബാദൽ എന്ത് തരുമെന്നാ പറയണത് ദുനിയക്ക്? യെസ്, അടുത്ത വിളിച്ചേ മാം. ജുബിൽ, എന്താണ് ജുബിലെ? ബാദല്, മേഘങ്ങൾ നമുക്ക് ദുനിയക്ക് എന്ത് തരുമെന്നാ പറയണേ? കാണോ? അല്ലല്ലോ, ജുബിൽ. യെസ്, ജുബിൽ ഒന്ന് പറഞ്ഞേ. ബാദല് എന്താണ് കൊടുക്കുന്നത്? എന്താണ്? മേഘം. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്. വെരി നൈസ്. പക്ഷെ എന്താണ് അത് കൊടുക്കുന്നത് ലോകത്തിന്? കുഴപ്പമില്ല, ജുബിലിനെ മാറ്റിക്കോളൂ. യെസ്, ജുബിൽ പറഞ്ഞു ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. മേഘങ്ങൾ എന്താണ് കൊടുക്കുന്നത്? അറിയുന്നവരൊക്കെ ഒന്ന് രാജ കാണിച്ചേ. മേഘങ്ങൾ ഇന്നതാണ് ദുനിയക്ക് കൊടുക്കുന്നത് എന്ന് അറിയാമെങ്കിലും രാജ കാണിച്ചേ. ആ, ഇത് പറ്റൂലേ? അലൻ ലിജോ ക്ലാസ്, എയ്ഡൻ ലിജോ ക്ലാസിന്റെ ഇടയിൽ ബീച്ചിൽ ഒന്നും പോകാൻ പറ്റൂല. മാറ്റിക്ക്. ആ വീടിന്റെ ബാക്ക് കാണിച്ച്, എന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ ആയിട്ടുള്ളത് കാണിച്ച്. ബീച്ചിൽ പോണ് വെള്ളം കാണിച്ചാണോ ഇനി? അതാണ് ആൻസർ. അയ്യോ, പെട്ട്. അവിടെ ഇരുന്നോ, പണി കിട്ടും. എയ്ഡൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്. എന്താണ് ബാദൽ? മേഘങ്ങൾ എന്താ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ക്ലൂ. ഓ, അത് കാണിച്ചാണോ ഇനി ബാക്കില്? ടീച്ചറെ, എന്തായാലും ടീച്ചറിന്റെ ആൻസർ കേൾക്കണം. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും ശ്രദ്ധിച്ചെന്നെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് വെള്ളത്തിന്റെ ആക്കി വെച്ചേക്കണു. കടല് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. കടല് അടക്കം അല്ലേ? പെട്ടുപോയല്ലേ? തിരിച്ചു പോകാൻ പറ്റണല്ലേ നിനക്ക്? ആ, പറ്റണ, പെട്ടു. ഓക്കെ, അപ്പൊ ബാദൽ നമുക്ക് തരുന്നത് ജെല്ലാണ്. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ നല്ലൊരു ചാറ്റാണ്. ഇത്രയും വരെ പക്കാ ക്ലിയർ ആണെങ്കിൽ കോൺസെപ്റ്റ് അത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും കോൺസെപ്റ്റ് സിമിലർ ആണ്. നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് നമ്മുടെ ക്വാളിറ്റീസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ബാദൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ. എന്താണ് ഇവിടെ ഈ ആള് ചെയ്യുന്നത്? ഇത്രയും നേരം നമ്മൾ ഫോട്ടോയിൽ സ്ത്രീകളെ മാത്രം കണ്ടുള്ളൂ. അപ്പൊ ആൺകുട്ടികൾക്ക് ടെൻഷൻ ആവും. അയ്യോ,
ഒരു മെയിൽ ഇല്ലേ? അത് ഞാൻ അങ്ങനെ ചെയ്യില്ല മിസ്. മരത്തിൽ ആൺകുട്ടി. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഇല്ല, ഇപ്പൊ മിസ് ചിന്തിച്ച പോലെ നിങ്ങൾ ചിന്തിക്കില്ലോ ഏക്കത്തിലും പെൺകുട്ടികളുടെ ഫോട്ടോ. ഇത് സ്ലൈഡ് മൊത്തം ആണാണ്. സോറി. യെസ്, അടുത്ത ആളെ വിളിച്ചേ മിസ്. സരുണേ, ഫോട്ടോ കണ്ടിട്ട് എന്ത് തോന്നണു? ഒരാള് കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ അടിപൊളിയാണെന്ന് പറയാണ്. എന്ത് തോന്നുന്നു സരുൺ? അതെ, തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ 4 വരെ എത്തിയെങ്കിൽ നല്ലൊരു രാറ്റ് കാണിച്ചേ. ഏറ്റവും ലാസ്റ്റത്തെ 4 വരെ എത്തിയെങ്കിൽ നല്ലൊരു രാറ്റ് കാണിച്ചേ. ജനിക്ക് കൊള്ളാട്ടാ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം അല്ലേ ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. ഞാൻ എന്നെ തന്നെ നല്ലോണം സ്നേഹിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്റെ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും എന്ന് പറയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതല്ലേ അത്? ആണെങ്കിൽ ഒരു കൈ വെച്ചെന്ന് രാറ്റാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞതാണ്. എന്നെ കാണില്ല. ആദ്യം തന്നെ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞതാണ്. സോ അത്രേ ഉള്ളൂ. മേ ഖുദ് സേ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ. കുറച്ച് വാക്കുള്ളൂ. ലാസ്റ്റ് പാരഗ്രാഫ് അല്ല, ലാസ്റ്റ് സ്റ്റാൻസയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ഖുദ് സേ, ഞാൻ എന്നോട് തന്നെ. ഖുദ് സേ, മേ ഖുദ് സേ, എന്നോട് തന്നെ. ഇത്നാ പ്യാർ കരൂ, ഇത്ര അധികം ഞാൻ സ്നേഹിക്കും. കി ദേ സകൂ പ്യാർ, എനിക്ക് കൊടുക്കാൻ പറ്റും സ്നേഹം. ആർക്ക്? ദുനിയാക്കു, ഈ ലോകത്തിന് തന്നെ എനിക്ക് ആ സ്നേഹം കൊടുക്കാൻ പറ്റുമെന്ന് പറയാണ്. ഡൺ ആണെങ്കിലും തമ്പ് കാണിച്ച സ്ക്രീനിൽ ഡൺ ആണ് പറഞ്ഞ കാര്യം. ഡൺ ആണെങ്കിൽ തമ്പ് കാണിക്കാം. ഒന്നുകൂടെ നോക്കാം. മേ ഖുദ് സേ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സ്വയം തന്നെ, ഞാൻ എന്നെ തന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ തന്നെ അത്യധികം സ്നേഹിക്കും. ഇത്നാ പ്യാർ കരൂ എന്ന് പറയാൻ എന്നെ തന്നെ അത്യധികം സ്നേഹിക്കും. എന്നാൽ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. ദേ സകൂ പ്യാർ, എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ആർക്കാണ് സ്നേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ? യെസ്, അടുത്തുള്ള വിളിച്ച മിസ്സേ. അനൈ. ആർക്കാണ് അനയെ? ഇത്രയും സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഇത്രയും നേരം നമ്മൾ ആർക്കായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് 4 സ്റ്റാൻസയിലും? സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ നമ്മൾക്ക് ചോദ്യം ഇതാണ്, നമ്മളെ തന്നെ സ്നേഹിച്ചാൽ ആ സ്നേഹം നമുക്ക് വേറെ ആർക്കാണ് കൊടുക്കാൻ പറ്റണത്? പറയുന്നുണ്ട്. ദേ സകൂ പ്യാർ ഡാഷ് ഗോപി. എന്താണ്? സുരേഷ് ഗോപിയാ? ഡാഷ് ഗോപി, ലോകത്തിന് കൊടുക്കാൻ പറ്റും. യെസ്, ദുനിയ എന്ന് പറഞ്ഞ ലോകത്തിന് നമുക്ക് നമ്മുടെ ലവ് അല്ലെങ്കിൽ നമുക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം കാരണം നമുക്കതെല്ലാനും കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ ബോസ്? ഡൺ? ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ എന്ത് വേണം? അത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ ഇങ്ങനെ കാണിച്ച്. ഇത്രയും വരെ ക്ലിയർ ആണെങ്കിൽ അടുത്തയിലോട്ട് പൊക്കോട്ടെ എന്ന് കാണിച്ച്. മിസ് അങ്ങനെ കാണിക്കാത്തവരെ പിടിച്ചേ മിസ്. വർഷ. നോക്കട്ടെ, ഒന്ന് കറക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പറയണവരെ കറക്കിക്കോ. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണ്. അടുത്തെടുക്കുക എന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ്. ആരോണെ കിട്ടി. പെട്ടെന്ന് അല്ല, ഇപ്പൊ അവൻ കറക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാം. നമ്മൾ തന്നെ സ്നേഹിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്കിത് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസിലോട്ട് വരാം. ഇത്രയേ ഉള്ളൂ. 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സോട് നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി ആദ്യം കേട്ടിരിക്കുക. ആദ്യം ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിരിക്കുക. എന്നിട്ട് ഇത്രയും എഴുതാൻ വേണ്ടി എത്ര മിനിറ്റ് വേണം നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊടുക്കാമല്ലേ മിസ്? ഓക്കെ, പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടേ 10 മിനിറ്റ് ഉള്ളേ. എല്ലാം കഴിഞ്ഞിട്ട് ഐ ഗിവ് യു 10 മിനിറ്റ്സ്. ഇപ്പൊ എത്ര മിനിറ്റ് മിസ്സേ? 58 ആണോ മാം? ഓക്കെ, അപ്പൊ നോക്കിയപ്പോ ദുനിയാ കോ ബിസ്സെ ക്യാ മത്ലബ്? ഇവിടെ ആഗ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ചൂട്. എന്നാ പിടിച്ചൊരു ചൂട്, എന്നാ പിടിച്ചോ 2 ചൂടെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അവിടെ ചൂട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ചൂട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു എനർജി, റോഷ്നി. നോക്കിയേ, ഊർജ എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ് അർത്ഥം. റോഷ്നി എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് എന്നാണ് അർത്ഥം.
ഓക്കെ, എഴുതല്ലേ? ഇപ്പൊ ആരും എഴുതല്ലേട്ട്, ഇപ്പൊ ആരും എഴുതരുത്, കേട്ടിരിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അപ്പൊ ചോദിക്കും. അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് എക്സാം ഉണ്ടാകും, തീർച്ചയായിട്ടും എക്സാം ഉണ്ടാകും. ഓക്കെ, അപ്പോ ആഗിന്റെ അർത്ഥം എന്താണ്? ഊർജ, എനർജിയും അതുപോലെ തന്നെ സൺലൈറ്റുമാണ് അതിന്റെ ബേസിക് മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കി, ദർഖത് സെ ആപ്നെ ക്യാ സംജ? ദർഖത്തിന്റെ അർത്ഥം എന്താണ്? പേടാണ്, മരമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദർഖത്തിന്റെ അർത്ഥം സെറ്റ് ആണെങ്കിൽ രണ്ട് തമ്പോന്ന് സ്ക്രീനിൽ കാണിച്ചേ, രണ്ട് തമ്പോന്ന് സ്ക്രീനിൽ കാണിച്ചേ. എന്നെ കാണില്ലല്ലോ. ഓക്കെ, യെസ്. ഇനി അവസാനത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അവസാനത്തെ ചോദ്യം കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഖുദ് സേ പ്യാർ കർനെ സേ ക്യാ അർത്ഥ് നിക്കൽത്താ ഹൈ? നമ്മൾ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? നോക്കിയേ, ഖുദ് സേ പ്യാർ കർനെ കാ മത്ലബ് ഹൈ അപ്നെ ആപ് കോ പസന്ദ് കർന. നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിനെയാണ് ഖുദ് സേ പ്യാർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമെങ്കിലും ഡാറ്റ കാണിച്ചേ. ഖുദ് സേ പ്യാർ, നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. സെറ്റ് അല്ലേ? ഓർ അപ്നി അച്ഛി ബുരി ബാത്തോ കോ സ്വീകാർ കർന. നമ്മളിലുള്ള നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഖുദ് സേ പ്യാർ എന്ന് പറയുന്നത്. ഹമേ അപ്നെ ആപ് സേ ഖുഷ് രഹനാ ചാഹിയെ. നമ്മൾ എപ്പോഴും നമ്മളെ കണ്ട് നമ്മൾ അടിപൊളിയാണ്, ഞാൻ എന്താ ഹാപ്പിയാണ്. ഒരിക്കലും നമ്മുടെ വഴി കൂടെ പോകുന്ന ഒരാള് ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര കാശുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ആ കുട്ടീനെ പോലെ ആവാൻ പറ്റില്ല, ഞാൻ എന്ത് ശോകമാണ്, അങ്ങനെ പറയരുത്. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ സന്തോഷിപ്പിച്ച് വെക്കണം. സെറ്റല്ലേ? ഓക്കെ ആണല്ലോ? തമ്പ് കാണിച്ചേ, സ്ക്രീനിൽ ഓക്കെ ആണെങ്കിലും തമ്പ് കാണിച്ചേ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനി ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബാക്കി കുറച്ചുകൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ആക്ടിവിറ്റി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചേ. ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി ആണ്, കണ്ടോ? അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി സെയിം അത് തന്നെയാണ് ഞാൻ ഇവിടെയും എഴുതിയിട്ടുള്ളത്. ആക്ടിവിറ്റി ഒന്ന് എടുത്ത് എല്ലാവരും ആക്ടിവിറ്റി ഒന്ന് എടുത്തേക്ക്. കമോൺ, എല്ലാവരും ആക്ടിവിറ്റി ഒന്ന് എടുക്കാം. എടുത്തോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെ എഴുതണ്ടേന്നുള്ളത്. ദേ, സൂരജ്, ഇവിടെ നിന്ന് സൂരജ് എടുക്കാം. ദുനിയാക്കോ, ഈ 1, 2, 3 അതിലേതാണ് സൂരജ് നമുക്ക് തരുന്നത്? ആര് പറയും? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? ഇതിലേതാണ് നമുക്ക് സൂര്യൻ തരുന്ന സാധനം? എന്താണ്? ഈ സ്ഥലത്തുള്ള വിളിച്ച മാം? നെസ്വിൻ. എന്താണ് നെസ്വിന്? സൂര്യൻ നമുക്ക് തരുന്ന പാനിയാണോ, ഊർജാണോ, അല്ലെങ്കിൽ ഫൂലാണോ? ഇതിലേതാണ് സൂര്യൻ നമുക്ക് തരുന്നത്? ഊർജ. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, സൂരജ് എടുക്ക, ദുനിയ എടുക്ക, ഊർജ സെലക്ട് ചെയ്യുക, ദേത്താ ഹെ. ഞാനിവിടെ സെന്റൻസ് നമ്മൾ എഴുതണം, അതാണ് നമ്മുടെ ടാസ്ക്. നോക്കിയേ, സൂരജ് ദുനിയാക്കോ, ദുനിയാക്കോ ഊർജ, ഊർജ ദേത്താ ഹെ. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണെങ്കിലും തലാട്ടിക്ക്, സിമ്പിൾ ആണെങ്കിലും തലാട്ടിക്ക്. വെരി ഈസി, വെരി നൈസ്. ഇനി അടുത്തത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എഴുതാം. യെസ്, അടുത്തൊരാൾ വിളിച്ച മാം. സ്വസ്തിക്ക്. അടുത്തതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. സ്വസ്തിക്ക്. സൂരജ് കഴിഞ്ഞു, നമുക്ക് സൂരജ് വെട്ടാം. ഇനി അടുത്തതിന്റെ ആൻസർ പറഞ്ഞേ സ്വസ്തിക്ക്. പേടിന്റെ പറഞ്ഞോളൂ, കണക്ട് ചെയ്ത് പറഞ്ഞേ. മനസ്സിലായില്ല ചോദ്യം? ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം. നമ്മൾ സൂരജിനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സൂരജ് ആണല്ലോ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ സൂരജിന് ആദ്യത്തെ വേർഡ് എഴുതി. എന്നിട്ട് നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഇതാണ്, ദുനിയാക്കോ. ദുനിയാക്കോ എന്ന് എഴുതി, ദുനിയാക്കോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 ഓപ്ഷൻസ് ഉണ്ടോ, പാനി, ഊർജ, ഫൂൽ, ഈ 3 ഓപ്ഷൻസ് ഉണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഡാറ്റ കാണിച്ചേ. കാണാൻ പറ്റും. ഇതിനകത്ത് സൂര്യൻ നമുക്ക് തരുന്ന സാധനം എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചേ. പാനിയാണോ, ഊർജയാണോ, ഫൂലാണോ നമുക്ക് സൂര്യൻ തരുന്നത്? ഊർജയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സൂര്യൻ തരുന്ന സാധനം അടിയിലോട്ട് എടുത്ത് എഴുതുക, ഊർജ. പിന്നെ അതേണ്ടത് ദേത്താ ഹെ. ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേടാ? സിദ്ധാർത്ഥാണോ മാം? സാത്വിക്, സ്വസ്തിക്, സോറി. നമുക്ക് അടുത്തൊരാളെ വിളിക്കാം. ഇനി അടുത്തൊരാളെ പറഞ്ഞേ. പേടിന്റെ ഇതുപോലെ സ്വസ്തിക്ക് കണക്ട് ചെയ്ത് പറഞ്ഞ പോലെ അടുത്തത് എന്ത് പറയും? യെസ്, എല്ലാരിസ. എല്ലാരിസ കുട്ടി, എല്ലാ പേടിന്റെ ഒന്ന് പറഞ്ഞേ. എല്ലാം പേടിനെ ഇപ്പൊ നമ്മൾ സൂരജിനെ കണക്ട് ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കി, അതുപോലെ പേടിനെ കണക്ട് ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കിക്കേ ഈ എല്ലാ കാര്യവും വെച്ച്.
ടെൻഷൻ ആവല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്. ഇവിടെ നമ്മൾ സൂരജ് എടുത്തു, നമ്മൾ ദുനിയാക്കോന്ന് എഴുതി, സൂരജ് തരുന്ന സാധനം എഴുതി, ദേത്താഹെ എഴുതി. ഇനി ഇതുപോലെ പേട് എടുക്കൂ, ദുനിയാക്കോ എടുക്കൂ, പാനിയാണോ പേട് തരുന്നത്, ഫൂലാണോ പേട് തരുന്നതെന്ന് എഴുതുക, ദേത്താഹെ എഴുതുക. ഒന്ന് പറഞ്ഞേ, ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. നീ തന്നെ പറയണം. പറഞ്ഞോ. പേട് ദുനിയാക്കോ, ദുനിയാക്കോ. അടുത്ത എന്താണ്? പാനിയാണോ തരുന്നത്, ഫൂലാണോ തരുന്നത്? ഫൂൽ. അപ്പൊ നമ്മൾ ഫൂൽ എടുത്ത് എഴുതി. ലാസ്റ്റ് എന്ത് എഴുതണം? ഇതൊന്ന് പറഞ്ഞ, ഇതെന്താ എഴുതിയേക്കണത് ലാസ്റ്റ്? യെസ്, ദേത്ത. എഴുതേണ്ട മെത്തേഡ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തലാട്ടിക്ക്. എഴുതേണ്ട മെത്തേഡ് ക്ലിയർ ആണെങ്കിലും തലാട്ടിക്ക്. യെസ്. ഇനി അടുത്തത് ബാദൽ. യെസ്, അടുത്ത ആളെ വിളിച്ച മാം. ആഹിൽ. ആഹിൽ അടുത്തൊന്ന് പറഞ്ഞേ, ബാദൽ. ബാക്കി പറഞ്ഞോളൂ. യെസ്. ദുനിയാക്കോ ആണ്, ശ്രദ്ധിക്കണേ. ദുനിയാക്കോ. ഡൺ. പാനി देता है. वेरी गुड. बादल दुनिया को पानी देता है. എന്തിന്റെയാണ്? ദർഖത്ത്. എനിക്ക് ഇഷ്ടമായി. ട്രീ 2.0 ദർഖത്ത് എന്നാണ് നമ്മൾ അതിനെ ദർഖത്ത്. ഓക്കെ, സെറ്റ് അല്ലേ? ആരാണ് മിസ് അത് പറഞ്ഞത്? ചോദിച്ചത് ആരാണ്? വിശ്വാസേ. ദർഖത്ത് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, ദർഖത്ത്. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാറ്റ കാണിച്ച്. ഈ ആക്ടിവിറ്റി ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാറ്റ കാണിച്ച്. സിമ്പിൾ അല്ലേ? അടുത്ത എക്സാം ഇടാലോ. അതെ, അടുത്ത എക്സാം ഇട്ടാൽ 3 മാർക്കിൽ 3 മാർക്കും കിട്ടൂലേ മാം? ഗേൾസില് ഏറ്റവും ഇപ്പൊ ആരാധ്യാണോ അത്? ആരാധ്യ MS. ആരാധ്യ കുട്ടി, എന്ത് പറ്റി? ഒരു 10-20 മിനിറ്റും കൂടി ഇരുന്നേ പറ്റൂ ആരാധ്യയെ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എന്താണ് ഈ സാധനം? ആര് പറയും? യെസ് മാം, ഞാൻ പറയുന്ന ആളെ വിളിക്കാം മാം. സെക്കൻഡ് ID, സെക്കൻഡ് റോ, രണ്ടാം. അതന്നെ ഇപ്പുറത്ത്, അറിയുന്നതിന്റെ ഇപ്പുറത്ത്. യെസ്, അർണവ്. എന്താണ് അർണവ് ഇത്? അർണവേ, ജസ്റ്റ് സേ വാട്ട് ഇസ് ദിസ്. ഹിന്ദിയിൽ പറയണം. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് അർണവ് ഇത്? വെരി നൈസ്. ഇത് സണ്ണാണ്. അക്സെപ്റ്റഡ്. ഞാൻ പറഞ്ഞത് ഹിന്ദിയിൽ പറഞ്ഞു നോക്കിയത്. ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ വാക്കാണ് ഇതിന്റെ ഹിന്ദി. പറഞ്ഞോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് സൂരജ് ആണ്. ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യമാണ് സൂരജ്. വെരി നൈസ്. നമുക്ക് ഇനി അടുത്ത ആളെ വിളിക്കാം മാം. നെക്സ്റ്റ് സാധനം വരുന്നു ട്രീ. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ട്രീ ആണെന്ന് അറിയാം, മരമാണെന്ന് അറിയാം. ഇതിന്റെ ഹിന്ദി യെസ്, വിളിച്ചോളൂ മാം. നമൻ. എന്താണ് നമൻ? ഇതിന്റെ ഹിന്ദി എന്താണ്? നമനെ ഒന്ന് പറഞ്ഞേ. ഓ മൈ ഗോഡ്, നമനെ ഒന്ന് പറഞ്ഞേ, എന്താണ് ഇതിന്റെ ഹിന്ദി? ഇതെന്താണ്? പതുക്കെ പതുക്കെ തൊടുക. നമനെ രക്ഷയില്ലേ നമൻകുട്ട? യെസ്. അപ്പൊ നമുക്ക് വേറൊരാളെ വിളിക്കാം മാം. ധീരജ്. നമനെ ഒന്ന് ട്രൈ ചെയ്തേ, വിളിക്കാം. നീരജ്. ഇത് മരമാണെന്നറിയാം, ട്രീ ആണെന്നറിയാം. ഇതിന്റെ ഹിന്ദി എന്താണ്? നമൻ അവിടെ തന്നെ മിണ്ടാണ്ടെന്നോ? പോവല്ലേട്ടാ. എടാ, ഈ മരത്തിന്റെ ഹിന്ദി എന്താണ്? എന്നോടല്ലേ മിണ്ടാണ്ട്. നമൻ പേടെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, പേടാണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത ചോദ്യം ധീരജ്. ഈ പേടിനൊരു പുതിയ വാക്ക് നമ്മളിന്ന് പഠിച്ചു. ധീരജ്, എന്തായിരുന്നു ആ വാക്ക് എന്ന് പറഞ്ഞേ? ബാക്കി നീ പറ. സെക്കൻഡ് സ്റ്റാൻസ് എടുത്തേ. 5ാമത്തെ ലൈൻ, കവിതയിലത്തെ 5ാമത്തെ ലൈനിലെ ആദ്യത്തെ വാക്കാണ്. എന്താണ്? ഓ, എണ്ണണ്. പറഞ്ഞോ. ദർ ഖ
ഖായിന്റെ പകുതി യെസ് ദർഖത്ത്. പേര് മറക്കരുത്. ഖുദ് സേ പ്യാർ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവന് ഇപ്പോഴും ബീച്ചിൽ തന്നെ പെട്ടെടുക്കേണ്ടത് ദൈവമേ. എന്റെ മോനെ വെറുതെ ബീച്ചിൽ പോയി പണി വാങ്ങി. ഇപ്പൊ ബീച്ചിൽ തന്നെ. എയ്ഡൻ ലിജോ വല്ല കാര്യം ഉണ്ടായിരുന്ന പണി കിട്ടി. ഇനിയിപ്പൊ എല്ലാ ക്ലാസ്സിലും ബീച്ചായിരിക്കുമല്ലോ ദൈവമേ. ഇതൊരു മോചനമല്ലേ ഞാൻ. ഇനി ലാസ്റ്റ് വൺ, മേഘങ്ങളാണ് ലാസ്റ്റ് പഠിച്ചത്. എന്താണ് മേഘങ്ങളുടെ ഹിന്ദി? യെസ്, അടുത്തൊരാളെ വിളിച്ച മാം. ആൻഡ്രിയ കുട്ടി, എന്താണ് ആൻഡ്രിയ മേഘങ്ങളുടെ ഹിന്ദി എന്താണ് ആൻഡ്രിയ എന്ന് പറഞ്ഞേ? പറഞ്ഞോ, വാട്ട് ഈസ് ദ ഹിന്ദി ഫോർ മേഘങ്ങൾ? യെസ്, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്തൊരാളെ വിളിക്കാം മാം. ദൃഷ്ട, ദൃഷ്ടദ്യുമ്നൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ദൃഷ്ടദ്യുമ്നൻ. യെസ്, ദൃഷ്ടക്കുട്ടി, എന്താണ് മേഘങ്ങളുടെ ഹിന്ദി എന്താണ്? വെരി നൈസ്, ബാദൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് പഠിച്ചത്. സൂരജ്, സൂര്യൻ, ബാദൽ, ക്ലൗഡ്സ്, ദർഖത്ത് അല്ലെങ്കിൽ പേട്, എന്താണ് മരം. സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് രാറ്റ കാണിച്ചേ, നല്ലൊരു രാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ യെസ്, വെരി നൈസ്. ഇനി നമുക്ക് ഇത് കുറച്ച് എഴുതിയെടുക്കാനുണ്ട്. ഐ ഗിവ് യു ടൈം ഫോർ ദാറ്റ്. ഇനി നിങ്ങൾ നോക്കാം, ആദ്യത്തെ 4 വരിക്ക് നിങ്ങൾ 1 നമ്പർ കൊടുത്തേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കവിതയിൽ ആദ്യത്തെ 4 വരിക്ക് നിങ്ങൾ ജസ്റ്റ് 1 കൊടുക്കുക, രണ്ടാമത്തെ 4 വരിക്ക് 2 കൊടുക്കുക, മൂന്നാമത്തെ 4 വരിക്ക് 3 കൊടുക്കുക, നാലാമത്തെ 4 വരിക്ക് 4 കൊടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം കേൾക്കാട്ടാ. സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരേ ഓർ സൻസാർ കോ ഊർജ പ്രദാൻ കരേ. ഈ കാര്യം, അതായത് വേറൊന്നല്ല, സൂര്യൻ തന്റെ ഊർജനോട് അല്ലെങ്കിൽ തന്റെ എനർജിനെ ഭയങ്കര സ്നേഹിക്കുന്നത് കൊണ്ട് അത് ദുനിയയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. അത് 1ാമത്തെ സ്റ്റാൻസയിലാണോ, 2ാമത്തെ സ്റ്റാൻസയിലാണോ, 3ാമത്തെ സ്റ്റാൻസയിലാണോ, 4ാമത്തെ സ്റ്റാൻസയിലാണോ വരുന്നത്? എന്തിനാണ് വരുന്നത്? സൂര്യനെ പറ്റിയുള്ള കോൺവെർസേഷൻ. എന്തിനാണ്? എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. സൂര്യനെ പറ്റിയുള്ള കോൺവെർസേഷൻ വരുന്നത് ഏത് സ്റ്റാൻസയിലാണ്? എല്ലാവരും ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. യെസ് യെസ് യെസ്, വെരി നൈസ്. കാണിക്കാത്ത ഒരാളെ വിളിച്ചോളൂ മാം. ഇനി ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി എന്താണ്, ഏത് സ്റ്റാൻസയിലാണ് ശ്രീലക്ഷ്മി നമ്മൾ സൂര്യനെ പറ്റി പറയുന്നത്? 1ാമത്തേൽ, 2ാമത്തേലും, 3ാമത്തേലും, 4ാമത്തെ, ഏതിലാ പറയണത്? പറഞ്ഞോ ഒന്നുകൂടെ പറയോ? ഫസ്റ്റ് വൺ. അപ്പോ ഇനിയാണ് ഞാൻ ചോദ്യത്തിലോട്ട് പോകുന്നത്. ആശാ പടേ ഓർ പങ്ക്തിയാ ഡൂണ്ടേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 8 ലൈൻ എക്സാം പേപ്പറിൽ തരും. 8 ലൈൻ തന്നിട്ട് അവര് ഒരു ചോദ്യം തരും. ഇപ്പോൾ സൂരജ്, ഇതിന്റെ ആശയം, അതായത് ഈ ആശയം കിടക്കുന്നത് ഏത് ലൈൻസിലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ലൈൻസിലാണോ സൂര്യനെ പറ്റി പറയുന്ന ആ 4 ലൈന് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് എടുത്തെഴുതണം. ക്ലിയർ അല്ലേ? സിമ്പിൾ ചോദ്യമാണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് സൂര്യനെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത്, മേഘ് അപ്നെ പാനി സെ ഇത്നാ പ്യാർ കരേ കി വ और പ്രകൃതി की प्यास बुझाए. മേഘങ്ങൾ എന്താണ്? ബാദലാണ്. എത്രാമത്തെ സ്റ്റാൻസ ആയിരിക്കും ബാദലിനെ പറ്റി പറയുന്നത്? യെസ്, അടുത്തൊരാളെ വിളിച്ച് എല്ലാവരും സ്ക്രീനിൽ കാണിച്ചേ. ബാദലിനെ പറ്റി പറയുന്ന സ്റ്റാൻസ ശ്രദ്ധിച്ചേ, നോക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ. 2 അല്ല, 4 അല്ല, 4 നമ്മളെ പറ്റിയാ പറയണത്. നോക്ക്, എണ്ണിക്കോ. യെസ്, വിളിച്ചോളൂ മാം. കാതറിൻ. എനിക്ക് വിശക്കുണ്ട് കാതറിനെ. യെസ്, കാതറിനെ ഒന്ന് പറഞ്ഞേ. മൂന്നാമത്തത്, ബാദൽ अपने जल से इतना प्यार करे कि वह दे सके अपने जल दुनिया को भी. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ്. കണ്ടോ? ആ എക്സസൈസ് കണ്ടുവെങ്കിൽ 2 തമ്പ് ഒന്ന് സ്ക്രീനിൽ കാണിച്ച എക്സസൈസ് കണ്ടുവെങ്കിൽ 2 തമ്പ് സ്ക്രീനിൽ കാണിക്കുക. അപ്പൊ അത് ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? നമസ്തേ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ തദം. ഓക്കെ.
യെസ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ? പക്ഷെ ഇപ്പോൾ യു ഹാവ് എ ടാസ്ക്. ഈ എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് എല്ലാവരും ഈ 3 ക്വസ്റ്റ്യൻസും ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻ എടുക്കുക. യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ്. എല്ലാവരും എഴുതണം കേട്ടോ. ഫോണിൽ നോക്കി എഴുതുകയും വേണ്ട. ഓക്കെ? പറ്റുന്നതൊക്കെ നമുക്ക് മെറ്റീരിയൽസ് വരുന്നത് വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്ലാസ്സിൽ തന്നെ എഴുതാനുള്ളതേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഇല്ല. അപ്പം ഇതെന്തായാലും ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ? ഇനി അങ്ങോട്ട് അങ്ങേയറ്റം പോയി 2-3 ലൈനൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മത്ലബ്? മത്ലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ആഗിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നിർത്താലോ? മതിയില്ലേ? ഇന്നത്തേക്ക് ഇത് മതിയെങ്കിൽ മതി എന്ന് കാണിച്ച് മതി. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു, നമ്മുടെ ചാപ്റ്ററും തീർന്നു. സെറ്റ് അല്ലേ? അപ്പൊ ഒരു ബല്ലെ ബല്ലെ ആയാലോ? ഓക്കെ, കമോൺ. 1 2 3 സ്റ്റാർട്ട്. ബല്ലെ 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 ബല്ലെ. ഓ ആന്റണി, ഇത്ര എഴുതണ്ട കേട്ടോ ആന്റണി. സാം ആന്റണി കൊള്ളാം. ബല്ലെ ബല്ലേക്ക് ഉണ്ടായിരുന്നില്ല. ക്യാൻ യു ഡു എ ബല്ലെ ബല്ലെ? ഒരു ബല്ലെ ബല്ലെ. 1 2 3 സ്റ്റാർട്ട്. ചിരിക്കണ? ഇത് തല കുളിക്കുകയാണ്. ഇത് ബല്ലെ ബല്ലെ അല്ല, ഇത് തല കുളിക്കണം. തലയിൽ എന്തോ ചുമക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, മതി. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത് മതി.